മഴയാണ്, പനിയാണ്, പശ്ചിമേഷ്യയിൽ യുദ്ധമാണ്. വാർത്തകളേറെയുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ. യുദ്ധത്തിന് അമേരിക്കയും, ഇറാൻ ഉടൻ കീഴടങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ്. ആയത്തുള്ള ഖമേനിയെ ഉടൻ വധിക്കില്ല. ഫോണിൽ സംസാരിച്ച് ട്രംപും നെതന്യാഹുവും. ടെഹ്റാനിലെ ജനം ഒഴിഞ്ഞു പോകണമെന്ന് മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയിൽ കൊടുമ്പിരി കൊണ്ട് യുദ്ധം. ടെഹ്റാനിൽ ഉഗ്രസ്ഫോടനങ്ങൾ. എണ്ണപ്പാടങ്ങളിൽ ബോംബ് മഴ. സമാധാന നീക്കവുമായി അറബ് രാഷ്ട്രങ്ങൾ. നരേന്ദ്രമോദി ഇന്ന് ക്രൊയേഷ്യയിൽ. രാജ്യത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഡിജിറ്റലും ടൂറിസവും ചർച്ചയാകും. കനേഡിയൻ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച. ഭാരതം കാനഡ ബന്ധം മെച്ചപ്പെടുത്താൻ ധാരണ. നിലമ്പൂരിൽ നിശബ്ദ പ്രചാരണം. വോട്ടുറപ്പിക്കാൻ മുന്നണികളുടെ നെട്ടോട്ടം. നാളെ വിധിയെഴുത്ത്. 23-ന് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് കാസർഗോഡും കണ്ണൂരും ഓറഞ്ച് അലർട്ട്. കുട്ടനാട് താലൂക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഇരിങ്ങാലക്കുടയിൽ മണ്ണിടിച്ചിൽ ഭീതിയിൽ 30ഓളം കുടുംബങ്ങൾ. പനിബാധിതരുടെ എണ്ണം കുത്തനെ മേൽപോട്ട്. 2 ആഴ്ചയ്ക്കിടെ 3000-ഓളം ഡെങ്കിപ്പനി ബാധിതർ. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. ആശമാരുടെ രാപ്പകൽ സമരയാത്ര ഇന്നുകൂടി. സമരവേദിയിൽ ആയിരങ്ങൾ അണിനിരക്കും. തലസ്ഥാനത്ത് മഹാറാലിയും. ഇറാൻ ആളിക്കത്തുകയാണ്. ഇസ്രയേൽ വിട്ടുകൊടുക്കുന്നില്ല. യുദ്ധത്തിന് അമേരിക്ക കൂടി പങ്കുചേരുന്നു. അശാന്തമാണ് പശ്ചിമേഷ്യ. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ മിസൈൽ ആക്രമണം ശക്തമാണ്. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ഇസ്രയേൽ സൈന്യം ആക്രമിച്ചു. ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ അമേരിക്കയും ഭാഗമായി. അമേരിക്കൻ സൈനിക വിമാനങ്ങൾ യൂറോപ്പിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി. സ്പെയിൻ, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങളിലേക്കാണ് വിമാനങ്ങൾ എത്തിയത്. ഇറാനോട് കീഴടങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ആയത്തുള്ള അലി ഖമേനിയെ ഉടൻ വധിക്കില്ലെന്ന് അമേരിക്ക ആവർത്തിച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു. ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് അമേരിക്കയും ഇസ്രയേലും ആവശ്യപ്പെട്ടു. അതേസമയം ഖമേനിയുടെ കൈകളിൽ നിന്ന് ഇറാന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്ന് ഇറാനിയൻ കിരീടാവകാശി റസ പലവിയും വ്യക്തമാക്കി. جمهوری اسلامی به پایان خود رسیده و در حال سقوط است. خامنه‌ای همچون موشی هراسان زیر زمین پنهان شده و کنترل اوضاع را از دست داده است. آنچه آغاز شده برگشت ناپذیر است. آینده روشن است و ما با هم از این پیچ تند تاریخ عبور خواهیم کرد. در این روزهای دشوار دل من با همه شهروندان بی‌دفاعی است که آسیب دیدند. വിവരങ്ങളുമായി ഐസൻ ജോസഫും ചേരുന്നു. ഐസൻ, ഇറാനുമേൽ തീമഴ പെയ്യിക്കുകയാണ് ഇസ്രയേൽ. ഇപ്പോൾ കൂട്ടിന് അമേരിക്കയും ചേരുന്നു. ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു, ഞങ്ങളും യുദ്ധത്തിൽ കക്ഷി ചേരുന്നുവെന്ന്. ഇനി ഇറാന്റെ അവസ്ഥ എന്താണ്?
കൃഷ്ണരാജ്, നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാനുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അമേരിക്ക വളരെ കൃത്യമായി പറയുന്നത് ഇറാനോട് പിന്തിരിയാൻ നിബന്ധനകളില്ലാതെ അല്ലെങ്കിൽ മറ്റു ഉപാധികളില്ലാതെ കീഴടങ്ങണമെന്ന ഒരു ആവശ്യമാണ് ഇറാനോട് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും അത് നമുക്ക് വായിച്ചെടുക്കാവുന്നത് ഇസ്രായേലുമായി സഖ്യം ചേർന്നുള്ള ആക്രമണത്തിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നു അല്ലെങ്കിൽ സംഭവവികാസങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടി ഔദ്യോഗികമായ ഒരു യുദ്ധപ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് നിലവിലെ സാഹചര്യത്തിൽ വ്യാഖ്യാനിക്കാവുന്ന സാഹചര്യങ്ങളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ശക്തമായ ഒരു ആക്രമണത്തിനുള്ള നീക്കങ്ങൾ അമേരിക്ക തയ്യാറാക്കുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ എത്തുന്നു. അത് സ്കോട്ട്ലൻഡിലും അതുപോലെ തന്നെ സ്പെയിനിലും ഒക്കെയായി അത് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതായത് റീഫ്യൂലിങ്ങിനുള്ള സംവിധാനം, അതായത് മിഡ് എയർ റീഫ്യൂലിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന വായുവിൽ നിന്ന് തന്നെ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു വിമാനങ്ങളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് 30ഓളം വിമാനങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ വിമാനങ്ങൾ എത്തുന്നതായി വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത്തരം വലിയ തോതിൽ വിമാനങ്ങൾ, അതായത് റീഫ്യൂലിംഗ് വിമാനങ്ങൾ എത്തുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരു യുദ്ധ കപ്പൽ ഈ മേഖല ലക്ഷ്യമാക്കി പുതിയ നീക്കം നടത്തുന്നു. അത് വലിയൊരു ഫൈറ്റർ പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. 40ഓളം യുദ്ധവിമാനങ്ങൾ സജ്ജീകരിക്കാവുന്ന ഒരു ഫൈറ്റർ സംവിധാനം ഇപ്പോൾ എത്തിയിരിക്കുന്നു, ആ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അമേരിക്കൻ നാവികസേനയുടെയും അതുപോലെ തന്നെ വ്യോമസേനയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ നിരീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം അമേരിക്കയും യുദ്ധത്തിന്റെ ഭാഗമാകുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല, ട്രംപിന്റെ മുന്നറിയിപ്പും ഏറെ പ്രസക്തമാണ് എന്നതും ഏറെ വസ്തുതാപരമായി പരിശോധിക്കുമ്പോൾ ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലിനോടൊപ്പം ചേരുന്നു എന്ന് തന്നെ ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ എണ്ണപ്പാടങ്ങളെ കൃത്യമായി കേന്ദ്രീകരിച്ചുകൊണ്ട്, എണ്ണപ്പാടങ്ങളെയും അതുപോലെ തന്നെ ഓയിൽ റിഫൈനറികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം നടന്നത്. മാത്രമല്ല, ആണവ കേന്ദ്രങ്ങളും ലക്ഷ്യമിടുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ എണ്ണപ്പാടങ്ങൾ ടെഹ്റാനിൽ വൻതോതിൽ അഗ്നിക്കിരയായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എണ്ണ റിഫൈനറികൾ, 2 പ്രധാന റിഫൈനറികൾ ഇന്ന് 2 ദിവസം മുമ്പ് തന്നെ ആക്രമിച്ചിരുന്നു. അത്തരത്തിലുള്ള ആ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇറാനെ സാമ്പത്തികമായി കൂടി തകർക്കുക എന്ന ലക്ഷ്യം കൂടി ഈ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കുന്നത് കൂടി ഉണ്ടാകും. അതുപോലെ തന്നെ അതായത് നിലവിൽ അമേരിക്കയുടെ ഉപരോധത്തിൽ സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലാണ് ഇറാൻ. ഇനിയിപ്പോൾ സൈനികമായി കൂടി അവരെ ക്ഷീണിപ്പിക്കുക, ഒരു യുദ്ധം താങ്ങാനാവാത്ത അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോവുക, അങ്ങനെ കൂടി ഇറാനെ തകർക്കുകയെന്ന തന്ത്രമാണോ ഇസ്രയേലും അമേരിക്കയും മുന്നോട്ട് വയ്ക്കുന്നത്? ഐസനിലേക്ക് വരാം. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ മിസൈൽ ആക്രമണം ശക്തമാണ്. അവരുടെ എണ്ണപ്പാടങ്ങൾ തീമഴ പെയ്യ്ക്കുന്നു ഇസ്രയേൽ എന്നാണ് വിവരം. അതേസമയം ഇസ്രയേലിനോട് ചേരുകയാണ് അമേരിക്കയും. അമേരിക്ക കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ഈ യുദ്ധത്തിൽ കക്ഷി ചേരുന്നു, എത്രയും പെട്ടെന്ന് ഇറാൻ കീഴടങ്ങണം, ഖമേനി എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ തൽക്കാലം വധിക്കുന്നില്ല. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് കൃത്യമായി ഇറാൻ എതിരെ ഇസ്രയേലിനോട് ചേർന്ന് പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. യൂറോപ്പിൽ വിവിധ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ സൈനിക വിമാനങ്ങൾ എത്തിയെന്ന വാർത്ത വരുന്നു. സ്പെയിനും സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും ഒക്കെ അവരുടെ താവളങ്ങളിലേക്ക് അവിടെ വിമാനങ്ങൾ എത്തിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇറാൻ എത്രയും പെട്ടെന്ന് കീഴടങ്ങണം, നിങ്ങൾക്ക് ജയിക്കാനാവില്ല എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നതാണ്. ഐസൻ ജോസിലേക്ക് വീണു. ഐസൻ പറഞ്ഞു വന്നത് ഇറാൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് കൂടിയാണ്. അതായത് അമേരിക്കയുടെ ഉപരോധത്തിൽ വല്ലാതെ ഞെരുക്കത്തിലാണ് ഇറാൻ നിലവിൽ. അതുകൂടാതെ ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയിൽ കൂടി കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക്, സൈന്യത്തെ ദുർബലമാക്കുക എന്ന അവസ്ഥയിലേക്കൊക്കെ ഇറാൻ പോകുന്നുണ്ട്. അവരുടെ എണ്ണപ്പാടങ്ങൾ കത്തി നശിക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇറാനെ പൂട്ടുകയാണോ ഇസ്രയേലും അമേരിക്കയും? അത്തരത്തിലുള്ളൊരു നീക്കമാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ്, പല രീതിയിലുള്ള ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നത്. നേരത്തെ തന്നെ നമുക്കറിയാവുന്ന ഒരു വിഷയമാണ്. എണ്ണ വിൽപ്പനയെ സംബന്ധിച്ചൊക്കെ കർശനമായ നിയന്ത്രണങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാന കാരണം തന്നെ ഈ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഈ 2 ദിവസം മുമ്പാണ് ആണവ സമ്പുഷ്ടീകരണം തുടർച്ചയായി നടത്തുകയും ആണവായുധ ശേഖരം തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട് ഇറാൻ എന്ന കൃത്യമായൊരു നിഗമനത്തിലേക്ക് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി എത്തുകയും ചെയ്തത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കടുത്ത നടപടികൾ അനിവാര്യമാണ് എന്ന
തിരിച്ചറിവിലേക്ക് ട്രംപ് എത്തുന്നതും ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും കടുത്ത നടപടികൾ ഈ ആണവ സമ്പുഷ്ടീകരണത്തിന്റെ സാഹചര്യത്തിലാണ് ഇറാനെതിരെ തുടരുന്നത് എന്നാണ് നിലവിൽ സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള ആണവ ശേഖരം ഇറാൻ സംഭരിക്കുന്നത് ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ കടുത്ത ആക്രമണത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ ആക്രമണം അതിശക്തമായി തുടരുകയും ടെഹ്റാനിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകുന്നു. അത്തരത്തിലുള്ള വലിയ തോതിലുള്ള നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു വസ്തുത, UN സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെ ഈ ആക്രമണങ്ങളെ അപലപിക്കുന്നുണ്ട് എങ്കിൽ കൂടി കാര്യമായി ഇസ്രായേലിനെ വിമർശിക്കുന്നതിനോ അല്ലെങ്കിൽ അമേരിക്കയുടെ നടപടികളെ എതിർക്കുന്നതിനോ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിനർത്ഥം തന്നെ ഇത്തരത്തിലൊരു ആണവ ഭീഷണിയായി, പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ഇസ്ലാമിക സ്വഭാവമുള്ള, ഒരു ഫണ്ടമെന്റൽ സ്വഭാവമുള്ള, ഒരു ഭീകര സ്വഭാവമുള്ള രാജ്യമായി ഇറാൻ വളരുകയും അതുപോലെ തന്നെ അതിനോടൊപ്പം അവർക്ക് ആണവായുധ സജ്ജീകരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് വലിയ വെല്ലുവിളി ലോകത്തിന് സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ലോക നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താത്തതും എന്നാൽ നയതന്ത്ര തലത്തിൽ പരിഹരിക്കണമെന്ന നിലപാടുകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ആക്രമണം അതിശക്തമാക്കി തുടരുക എന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ നീക്കം. അതിനെ അമേരിക്കയുടെ കൃത്യമായ പിന്തുണയും ലഭ്യമാകുന്നു എന്നതാണ്. ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് കാനഡയിലെത്തി G7 സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഉള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നതിനിടെയാണ് ഇത് സംബന്ധിച്ച ചില സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും യാത്ര വെട്ടിച്ചുരുക്കി അദ്ദേഹം വാഷിംഗ്ടണിൽ തിരിച്ചെത്തുകയും ചെയ്തത്. പിന്നീട് കുറെ നടപടികൾ ഉണ്ടാകും, അത് വെടിനിർത്തൽ മാത്രമായിരിക്കില്ല നടപടികളെന്നും ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കപ്പൽ പുറപ്പെടുന്നതും ഇപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ വിമാനങ്ങൾ എത്തിയതും. നേരത്തെ തന്നെ വിമാനങ്ങൾ എത്തി തുടങ്ങിയിരുന്നു. ഇപ്പോൾ വൻതോതിൽ വിമാനങ്ങൾ പലയിടങ്ങളിലായി ഡിപ്ലോയ് ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് അമേരിക്ക പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനം തന്നെ ഈ കാരണങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ കടക്കുകയും അതിനെ അമേരിക്ക സൈനികമായി തന്നെ പിന്തുണ നൽകുകയും ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണമായിരിക്കും നടക്കുക, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു നാശമായിരിക്കും ഇറാൻ ഉണ്ടാവുക എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിസ പഹ്ലവിയുടെ ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. അദ്ദേഹം രാജകുമാരൻ അല്ലെങ്കിൽ ഒരു കിരീടാവകാശി എന്നതിനപ്പുറം അദ്ദേഹം ഇറാനിൽ ഒരു ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് എലിയെ പോലെ ഖമേനി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ ഇറാന്റെ ആധിപത്യം നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ആ ഒരു അധികാരം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഐസനിലേക്ക് വരാം. ഇപ്പോൾ ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള കൂടി ഒപ്പം ചേരുന്നുണ്ട്. പ്രദീപ് പിള്ള, അതായത് ഇറാനിയൻ കിരീടാവകാശി റസാ പലവി പറയുന്നത് ഖമേനിയുടെ കൈകളിൽ നിന്ന് ഇറാന്റെ നിയന്ത്രണം നഷ്ടമായി എന്നാണ്. നമ്മൾ ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അതായത് ഇറാനിൽ ഇപ്പോൾ ഖമേനിയുടെ ചിത്രങ്ങൾ കത്തിക്കുന്നതും ഖമേനിയുടെ ഫ്ലെക്സ് ബോർഡുകൾ കീറിക്കളയുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ കാണാറുണ്ട്. അതായത് ഇറാനുള്ളിൽ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്ന അവസ്ഥ നിലവിലുണ്ട്. ഖമേനിയുടെ ജനപ്രീതി ഇടിയുന്നുണ്ട് വല്ലാതെ. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഒരു കലാപമുണ്ടാക്കി ഖമേനിയെ അവസാനിപ്പിക്കുക എന്ന തന്ത്രമാണോ അമേരിക്കയുടെ തൽക്കാലം ഖമേനിയെ വധിക്കുന്നില്ല എന്ന പ്രസ്താവനയ്ക്കുള്ളിലുള്ളത്? എന്താകും ഖമേനിയുടെ ഭാവി? VS കൃഷ്ണരാജ് പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഒരു സാധ്യത. ഒരു ഭാഗത്ത് ട്രംപിന്റെ ഭാഗത്തുനിന്നോ US-ന്റെ ഭാഗത്തുനിന്നോ വ്യക്തമായ സൂചനകൾ ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് മാറിയിട്ട് നേരത്തെ ഐസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാനവാഹിനി കപ്പലുകളും യുദ്ധ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ടാങ്കർ വിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അടുപ്പിച്ചു. യൂറോപ്പിലെ വിവിധ താവളങ്ങളിലേക്ക്, ഡിഗോഗാസി അടക്കമുള്ള താവളങ്ങളിലേക്ക് സൈനിക സന്നാഹം അടുപ്പിക്കുന്നു, സമ്മർദ്ദം കൂട്ടുന്നു. രണ്ട് വളരെ വ്യക്തമായി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എവിടെയുണ്ട് ഖമേനി എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. തൽക്കാലം നിങ്ങൾ സേഫാണ്, നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾ നമുക്ക് അനായാസമായ ലക്ഷ്യമാണ്, ഈസി ടാർഗറ്റ് ആണ്, പക്ഷെ തൽക്കാലം വധിക്കുന്നില്ല. ഇതുവഴി ഒരുക്കുന്നത് ഒന്നൊരു സമ്മർദ്ദ സാഹചര്യം, രണ്ട് ഇത് ജയിക്കാനാവാത്ത യുദ്ധമാണെന്ന് ഇറാൻ ജനതയെ ബോധ്യപ്പെടുത്തുക, ഇറാനിലെ വിമതരെ ബോധ്യപ്പെടുത്തുക,
വിമതരെ ശക്തിപ്പെടുത്തുക പല ഇടങ്ങളിലും അമേരിക്ക പയറ്റിയിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ്. ഇതിനിടയിലാണ് ശ്രദ്ധേയമായി ഇറാന്റെ കിരീടാവകാശി പാലാവി രംഗത്തുനിന്ന്. റെസ പാലാവിയുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ഒന്ന്, അദ്ദേഹം നേരിട്ട് ഖമേനിയെ കുറ്റപ്പെടുത്തുന്നു. നിങ്ങളുടെ യുദ്ധക്കൊതി മൂലം പൊലിഞ്ഞത് ഒട്ടേറെ ജീവനുകൾ. രണ്ട്, ഖമേനിയെ അദ്ദേഹം വല്ലാതെ പരിഹസിക്കുന്നു. മാളത്തിൽ ഒളിച്ച എലി എന്നാണ് റെസ പാലാവി ഇറാന്റെ പരമോന്നത നേതാവിനെ വിശേഷിപ്പിച്ചത്. ഇതിന് ഒരു കാരണമുണ്ട്. ഇവിടെ യുദ്ധം കടുക്കുമ്പോൾ ഇസ്രയേൽ ആക്രമണം ശക്തമായപ്പോൾ ആദ്യം ചെയ്തത് അയത്തുള്ള ഖമേനിയെ ഒരു സുരക്ഷിത താവളത്തിലേക്ക് മാറ്റുകയാണ്. അത് ഭൂമിക്കടിയിലാണ്, ഭൂഗർഭ അറയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ആക്രമണത്തിന് ശക്തി കൂടിയപ്പോൾ ടെഹ്റാന് മുകളിൽ തീമഴ പെയ്തപ്പോൾ കുറെ കൂടി സുരക്ഷിതമായ താവളത്തിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളും എന്നുള്ള വാർത്തകളും പുറത്തു വന്നു. അപ്പോൾ അദ്ദേഹം ഒളിച്ചിരിക്കുന്നു എന്നുള്ള, ഭീരുവായ ഒരു നേതാവാണ് എന്നുള്ള വ്യക്തമായ പരിഹാസം, വിമർശനം ഒരു ഭാഗത്ത് ഉയർന്നു. രണ്ട്, ഇതൊരു പരസ്യമായ രഹസ്യമാണ്. ഇറാൻ ജനത, ഇറാനിലെ സൈന്യത്തെ, ഈ ഖമേനി നിയന്ത്രിക്കുന്ന ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോറും അതിന്റെ വിവിധ വിഭാഗങ്ങളും, അതിന്റെ സിവിലിയൻ വിഭാഗമുണ്ട്, അതിന്റെ കുഡ്സ് വിഭാഗമുണ്ട്, ഇതിന്റെയൊക്കെ നിയന്ത്രണത്തിൽ അടിച്ചമർത്തപ്പെട്ട് കഴിയുന്നത് കൊണ്ടാണ് ഒരു കാലത്ത് സാംസ്കാരികമായി വസന്തം വിടർന്നിരുന്ന ഒരു രാഷ്ട്രം, അതിന്റെ ജനത ഖമേനിയുടെ ഈ മതപരമായ അല്ലെങ്കിൽ ആ ഒരു കൂട്ടം മത നേതാക്കന്മാരുടെ, പുരോഹിതന്മാരുടെ നിർദ്ദേശമനുസരിച്ച് അവരുണ്ടാക്കിയ ചട്ടക്കൂടിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അവിടെ അവർക്ക് പറയാൻ സ്വാതന്ത്ര്യമില്ല. പുറം രാജ്യങ്ങളിൽ ജീവിക്കുന്ന, മറ്റു രാജ്യങ്ങളിൽ ജീവിക്കുന്നവർ അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നു, പരസ്യമായി പ്രകടനം നടത്തുന്നു. ഇറാനെതിരായും ഖമേനിക്കെതിരായും ഇസ്രയേലിന് അനുകൂലമായും നെതന്യാഹുവിന്റെ ചിത്രങ്ങൾ സഹിതം ആഹ്ലാദ പ്രകടനം നടത്തുന്നു, ഐക്യദാർഢ്യ പ്രകടനം നടത്തുന്നു. മറുഭാഗത്ത് ഇറാനിൽ പലപ്പോഴായി പ്രതിഷേധമുണ്ടായിട്ടുണ്ട്, പലപ്പോഴായി ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അടിച്ചമർത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഖമേനിയുടെ പിടിയായിരുന്നു. ഈ ഭരണകൂടം വീഴാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ചിത്രം തെളിയുന്നു. ഒപ്പം തന്നെ യുദ്ധത്തിൽ തകരുമെന്നുള്ള സൂചന വന്നപ്പോൾ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. ഷാജി പറഞ്ഞതുപോലെ തന്നെ പലയിടത്തും ഖമേനിയുടെ ചിത്രം കത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ഒരു സാധാരണ അവസ്ഥയിൽ എന്ന് വെച്ചാൽ ഇറാനെ സംബന്ധിച്ച് ഖമേനി പിടിമുറുക്കിയിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ വധശിക്ഷ പോലെ കിട്ടാവുന്ന കുറ്റമാണ് ഈ കാണുന്നത്. ഇതിനൊപ്പിച്ചാണ് യുഎസിന്റെ നീക്കം. തങ്ങളുണ്ട് എന്നുള്ള വ്യക്തമായ സൂചന നൽകുകയും നിരുപാധികം കീഴടങ്ങൂ എന്ന് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തത്. അതായത് ഖമേനി ദുർബലനായി കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുത്തുക, ഇറാൻ ജനതയെ ബോധ്യപ്പെടുത്തുക, അതിലൂടെ ഇറാനിൽ അസ്ഥിരതയുണ്ടാക്കുക, അല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഇതിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചത്, ഈ നിങ്ങൾ എവിടെയുണ്ട് എന്ന് നമുക്കറിയാം, ഞങ്ങൾക്ക് വളരെ അനായാസം നിങ്ങളെ വധിക്കാൻ ഞങ്ങൾക്ക് കഴിയും, തൽക്കാലം അതിന് കഴിയുന്നില്ല എന്നതിലൂടെ അവിടുത്തെ ജനതയ്ക്ക്, അവിടെ ഒരു കാലത്ത് നിലനിന്നിരുന്ന ഒരു സംവിധാനം അതിലേക്ക് കൊണ്ടുപോവുക, അവിടെ വ്യക്തമായി രാജ്യത്തിനുള്ളിൽ തന്നെ ഒരു അപ്രൈസിംഗ്, ഒരു കലാപം, ഈ ഭരണത്തിനെതിരായ ഒരു നീക്കം ഉണ്ടാവുക. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇത്തരം നേതാക്കൾ, പലപ്പോഴും ഏകാധിപതികൾ, അതല്ലെങ്കിൽ ജനപിന്തുണ ഇല്ലാതെ അധികാരം പിടിച്ചു വെച്ചിരിക്കുന്ന നേതാക്കൾ പരാജയം മുന്നിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവവികാസം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒളിച്ചോടുക എന്നുള്ളതാണ്, പലായനം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെയുള്ള സൂചനകൾ പല ഉന്നത നേതാക്കളുടെയും പല മതപുരോഹിതന്മാരുടെയും ഭരണത്തിൽ ചുക്കാൻ പിടിച്ചിരുന്നവരുടെയും ഒക്കെ ബന്ധുക്കൾ അടക്കമുള്ളവരെ അവിടെ നിന്ന് സുരക്ഷിത താവളങ്ങളിലേക്ക് നീക്കിക്കഴിഞ്ഞു എന്നാണ്, ഒരു പക്ഷേ രാജ്യത്തിന് പുറത്തേക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സമ്മർദ്ദം വരുത്തി ഈ ഖമേനിയുടെ പിടി അയഞ്ഞു. ഖമേനി ദുർബലനാണ്. ഖമേനി നയിക്കുന്ന ഈ മത ആധിപത്യമുള്ള ഭരണകൂടം തകർച്ചയിലേക്കാണെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, വലിയ തോതിൽ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് അടിച്ചമർത്താനുള്ള ഫോക്കസ്, അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഭരണകൂടത്തിനാവില്ല. കാരണം ഇസ്രയേലുമായി തുറന്ന യുദ്ധത്തിൽ ആണിപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് വളരെ കാൽക്കുലേറ്റ് ചെയ്തത്. അതായത് ഒരു മിസൈൽ പോലും നേരിട്ട് അയക്കാതെ, യുദ്ധത്തിൽ നേരിട്ട് ഇറങ്ങാതെ തന്നെ ഇറാനിലെ ഭരണകൂടത്തെ താഴെ ഇറക്കുക, ഒപ്പം അയൽ രാജ്യങ്ങളുമായും അറബ് രാജ്യങ്ങളുമായും
മറ്റ് യൂറോപ്യൻ US അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായി സഹകരിച്ചു പോകുന്ന ഒരു ഭരണ സംവിധാനം അവിടെ കൊണ്ടുവരിക എന്നുള്ളത് പ്രദീപിള്ള തന്നെയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. ഇറാനിൽ വീണ്ടും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. അവരുടെ എണ്ണപ്പാടങ്ങൾ ആളിക്കത്തുന്നു എന്ന വാർത്ത. ഒപ്പം അമേരിക്ക കക്ഷി ചേരുന്നു, ഞങ്ങളുമുണ്ട് ഇസ്രായേലിനൊപ്പം എന്ന് പ്രഖ്യാപിക്കുന്നു. ഇറാനിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. ടെഹ്റാനിൽ ഉഗ്രസ്ഫോടനങ്ങൾ എന്ന വാർത്തയാണ് രാവിലെയും പുറത്തു വരുന്നത്. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ഇസ്രായേൽ സൈന്യം ആക്രമിക്കുന്നു, തുടരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡ്രോണുകൾ, മിസൈലുകൾ തുടരെ വർഷിക്കുന്നു. വിവിധയിടങ്ങളിൽ അപകട സൈറൻ മുഴങ്ങിയിരുന്നു. വിവരങ്ങളുമായി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ഒരിക്കൽ കൂടി ചേരുന്നു. പ്രദീപ് പിള്ള, അതായത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു എന്ന കാരണത്താൽ ഇസ്രയേൽ ആക്രമിക്കുന്നു എന്നാണല്ലോ പരക്കെ കേൾക്കുന്നത്. പക്ഷെ അതിനപ്പുറം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കിരീടാവകാശിയിൽ പിന്തുടർച്ച അവകാശിയായ ഒരാൾ ഭരണത്തിലേക്ക് വീണ്ടും വരട്ടെ, ഖമേനി അവസാനിക്കട്ടെ, ഖമേനിയുടെ യുഗം അവസാനിക്കട്ടെ എന്നൊക്കെ ഇസ്രയേലും അമേരിക്കയും തീരുമാനിച്ചാലും ഇറാൻ്റെ ഭാവി എന്താകുമെന്നാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അസ്ഥിരമായൊരു പശ്ചിമേഷ്യൻ രാജ്യമായി, മറ്റൊരു പശ്ചിമേഷ്യൻ രാജ്യമായി ഇറാൻ മാറും. അതിനപ്പുറം എന്ത് സംഭവിക്കാനാണ്? കൃഷ്ണാജ്, യുദ്ധം എന്ന് തന്നെ ഇനി പറയണം. ഇരു രാഷ്ട്രങ്ങൾ പരസ്പരം ആക്രമിച്ച് പരസ്പരം തലസ്ഥാനങ്ങളിൽ മിസൈൽ വർഷിക്കുമ്പോൾ അതിന് യുദ്ധമെന്നല്ലാതെ സംഘർഷം എന്ന് പറഞ്ഞ് ഒളിച്ചോടുന്നതിൽ അർത്ഥമില്ല, ഒളിക്കുന്നതിലും അർത്ഥമില്ല. യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 2 കാഴ്ചകൾ കാണുന്നു. ഒന്ന്, ഇസ്രയേൽ തീമഴ പെയ്യുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ടെഹ്റാനിലെ എണ്ണപ്പാടങ്ങളിലടക്കം, പാസൈ റിഫൈനറിയിലടക്കം തീമഴ പെയ്യുകയാണ്. വളരെ വ്യക്തമായി ടെഹ്റാനിലെ ജനങ്ങളോട് തുടർച്ചയായി ഇസ്രയേൽ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ ഒഴിഞ്ഞു പോകണം. നമ്മൾ കൂട്ടപലായനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടു. 2, തങ്ങൾക്ക് സമ്പൂർണ്ണ ആധിപത്യമുണ്ടെന്ന് US പ്രഖ്യാപിക്കുന്നു, ഇസ്രയേൽ പ്രഖ്യാപിക്കുന്നു. ആകാശത്ത് സമ്പൂർണ്ണ ആധിപത്യമാണ്. ഇറാന്റെ വളരെ മികച്ചതെന്ന് അവകാശപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അവിടെയുള്ളപ്പോഴും തങ്ങളുടെ ആക്രമണ സംവിധാനം അതിനെ തകർക്കാൻ കെൽപ്പുള്ളതാണെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നു. അതായത് ഇനിയും കീഴടങ്ങിയില്ലെങ്കിൽ, വഴങ്ങിയില്ലെങ്കിൽ US സർവ്വസന്നാഹവും എടുത്ത് ആക്രമിക്കുമെന്ന് തുറന്നു പറയുകയാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോഴും സന്നാഹങ്ങൾ ഒരുക്കുമ്പോഴും വിമാനവാഹിനി കപ്പൽ അടക്കം അങ്ങോട്ടേക്ക് അടുപ്പിക്കുമ്പോഴും കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ US ബോംബറുകൾ പശ്ചിമേഷ്യക്ക് സമീപമുള്ള വിവിധ US താവളങ്ങളിൽ നിലയുറപ്പിക്കുമ്പോഴും നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് ഒരു പടി അകലെ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിൽ നേരിട്ടിറങ്ങാതെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പറന്നുയരാതെ തന്നെ ഇറാനിലെ ഭരണകൂടത്തെ താഴെയിറക്കാനാകുമോ എന്നുള്ള ശ്രമമാണ് വളരെ വ്യക്തമായി നാം കാണുന്നത്. കാര്യം, നീണ്ടുനിന്ന യുദ്ധങ്ങൾ, US-ന്റെ പരിസരത്തെങ്ങും ഇല്ലാത്ത ഇടങ്ങളിൽ പോയി നടത്തിയ യുദ്ധങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വന്ന രാഷ്ട്രമാണ് US എന്നുള്ളത് തിരിച്ചറിഞ്ഞ ഒരു ഭരണത്തലവൻ കൂടിയാണ് ട്രംപ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് എടുത്ത് ചാടിയില്ലെങ്കിൽ പോലും ഇനിയും അവിടെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ, ഒന്നുകിൽ ഇറാന്റെ നിലവിലുള്ള ഭരണകൂടം കീഴടങ്ങൽ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ ഭരണ കൈമാറ്റത്തിനോ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു എൻഡ് ഗെയിം എന്നുള്ള നില ഇതങ്ങ് തീർക്കാൻ തീരുമാനിച്ചാലായിരിക്കണം US നേരിട്ട് രംഗത്തിറങ്ങുക. 2, അതിനൊപ്പം തന്നെയാണ് നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ കിരീടാവകാശിയായ റേസ പലാവി അടക്കമുള്ളവർ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. 1, മാളത്തിൽ ലഭിച്ച എലി എന്ന് ഖമേനിയെ വിശേഷിപ്പിച്ച് പരിഹസിച്ച് ഭീരുവായ നേതാവാണെന്ന് പറയുന്നു. 2, ഇറാന്റെ നിയന്ത്രണം പൂർണ്ണമായി ഖമേനിക്ക് നഷ്ടമായി എന്നുള്ളത് എടുത്തു പറയുന്നു. ഒരു കാര്യം ഓർക്കണം, ഇറാന്റെ പ്രസിഡന്റിന്റെ പേര് പോലും ആരും ഉച്ചരിക്കുന്നില്ല. 3, ഈ അവിടുത്തെ സകല ഭരണ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഖമേനി എന്നുള്ള മത പുരോഹിത നേതാവാണ്, പരമോന്നത നേതാവാണ്, സുപ്രീം ലീഡർ ആണ് ഇത് നിയന്ത്രിക്കുന്നത്. അദ്ദേഹം ഇതിന് ഉപയോഗിക്കുന്നതാണ് IRG എന്ന് പറയുന്ന ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർ. അതിന്റെ കീഴിലുള്ള വിവിധ സേനാ വിഭാഗങ്ങൾ, അത് സിവിൽ സുരക്ഷയാണെങ്കിലും സൈനിക സുരക്ഷയാണെങ്കിലും രാജ്യത്തെ 40% വരുന്ന സമ്പദ്ഘടന നിയന്ത്രിക്കുന്നതും IRG ആണ് എന്നുള്ളത് കൂടി ഓർക്കുക. അങ്ങനെ അവിടുത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് കൂടിയാണ് IRG. ആ നിയന്ത്രണം നഷ്ടമാക്കുക, അവിടെ ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് US കണ്ടുവയ്ക്കുന്നത്. അതെ, ഏതായാലും ഒരു യുദ്ധം കൊണ്ട് ഇറാനെ അവസാനിപ്പിക്കുക എന്നതിനപ്പുറം ഖമേനിയെ ആഭ്യന്തര
കലാപങ്ങളിലൂടെ ഖമേനി യുഗം അവിടെ അവസാനിപ്പിക്കുക, അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടി ഇസ്രയേലിനുണ്ട്. അതിന് ശക്തമായ പിന്തുണയുമായി അമേരിക്കയുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയും ഐസൺ ജോസും. മറ്റു വാർത്തകളിലേക്ക്. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. G7 സമ്മേളന വേദിയിലായിരുന്നു കൂടിക്കാഴ്ച. പരസ്പര ധാരണ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും ഇരു നേതാക്കളും ധാരണയിലെത്തി. ഇരു രാജ്യങ്ങളും ഉടൻ പുതിയ നയതന്ത്ര ഹൈക്കമ്മീഷൻ നിയമനം നടത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി ഐസൺ ജോസ് ഒപ്പം ചേരുന്നു. ഐസൺ, ഒരു പക്ഷേ ഒരല്പം പിണക്കമുണ്ടായിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിൽ. ഈ കൂടിക്കാഴ്ചയിലൂടെ അതൊക്കെ മാറുന്നു. എത്ര കണ്ട് നിർണായകമായിരുന്നു മാർക്ക് കാർണി നരേന്ദ്രമോദി കൂടിക്കാഴ്ച? തീർച്ചയായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തന്നെ തുടർന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്തുണ്ടായിരുന്നത്. ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്തിന് ശേഷം അത് കുറെ കൂടി ലളിതമാകുന്നു എന്നാണ്, അല്ലെങ്കിൽ അത് കുറെ കൂടി ലഘൂകരിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് നിലവിലെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാനഡയിലെത്തിയ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഊന്നിയ വിഷയം, അതായത് ഏത് രീതിയിലാണ് രാഷ്ട്രീയ ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിർത്തേണ്ടത് എന്നത് സംബന്ധിച്ച കൃത്യമായൊരു ധാരണയിൽ ഇരു നേതാക്കളും എത്തിയിരുന്നു. ആ ധാരണ എന്ന് പറയുന്നത് അതിന്റെ ഒരു മുഖ്യ ഊന്നൽ എന്ന് പ്രത്യേകമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും പരമാധികാരവും നിയമവാഴ്ചയും സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടികളും സഹകരണങ്ങളുമായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാവുക. കാനഡയും ഭാരതവും തമ്മിൽ ഉണ്ടാവുക എന്നാണ് വളരെ കൃത്യമായ ഒരു ഉറപ്പ് പരസ്പരം ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഭാരതത്തെ ഛിദ്രിപ്പിക്കുന്ന ശക്തികൾക്ക് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം കാനഡയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്നും ലഭിക്കുന്ന ഉത്തരം ഏറ്റവും സുപ്രധാനവുമാണ്. ഖാലിസ്ഥാൻവാദികൾക്ക് പിന്തുണ നൽകിയ ഒരു നീക്കം ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത്തരത്തിൽ ഖാലിസ്ഥാൻവാദികൾ കാനഡയിൽ വലിയ തോതിൽ അവരുടെ സമ്പത്ത് സ്വരൂപിക്കുകയും അത് ഭാരതത്തിന്റെ സുരക്ഷയ്ക്കെതിരെ പ്രയോഗിക്കപ്പെടുകയും ചെയ്യുന്നു എന്നൊരു പരാതി നേരിടുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്ന രീതിയിലേക്ക്, ഒരു ഭീകര വിരുദ്ധ നിലപാടിലേക്ക് കാനഡയും നീങ്ങുന്നു. അത് ഖാലിസ്ഥാനെതിരായ ഒരു നീക്കത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തുറക്കുന്നു എന്ന് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മികച്ച ബന്ധം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയുടെ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത സ്റ്റേറ്റ്മെന്റിൽ അറിയിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നടന്നതിന് ശേഷമുള്ള റീഡൌട്ടിൽ ഇത്തരത്തിൽ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ബഹിരാകാശ രംഗത്തും മറ്റു ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുമെല്ലാം തന്നെ ഭാരതവും കാനഡയും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള പല ധാരണകളും ഉണ്ടാകുമെന്ന ഒരു തീരുമാനവും ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും സുപ്രധാനം ഈ രാഷ്ട്രീയ തീരുമാനം തന്നെയാണ്, ഒരു രാഷ്ട്രീയ വിഷയം. അതായത് ഒരു ഭാരതത്തിന്റെ ഒരു അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ കാനഡയുടെ മണ്ണിൽ നിന്ന് ആക്രമണം നടത്താനുള്ള ഒരു നീക്കത്തെ കൃത്യമായും എതിർക്കാനുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ ധാരണയുടെ സ്വഭാവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയ തോതിലുള്ള സഹകരണം വാണിജ്യ രംഗത്തും അതുപോലെ തന്നെ അനുബന്ധ രംഗങ്ങളിലുമെല്ലാം തന്നെ ഭാരതവും കാനഡയും തമ്മിൽ ഉണ്ടാകുമെന്നതും ഒരു യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. ശരി, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. G7 സമ്മേളന വേദിയിലായിരുന്നു കൂടിക്കാഴ്ച. പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും ധാരണയിലെത്തി എന്ന സന്തോഷ വാർത്ത അവിടെ നിന്ന് പുറത്തു വരുന്നു. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്. അങ്ങനെ പുത്തൻ പുലരി അരമണിക്കൂർ പിന്നിടുകയാണ്. പ്രധാന വാർത്തകൾ നോക്കാം. യുദ്ധത്തിന് അമേരിക്കയും, ഇറാൻ ഉടൻ കീഴടങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ്. ആയത്തുള്ള ഖമേനിയെ ഉടൻ വധിക്കില്ല. ഫോണിൽ സംസാരിച്ച് ട്രംപും നെതന്യാഹുവും. ടെഹ്റാനിലെ ജനമൊഴിഞ്ഞു പോകണമെന്ന് മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയിൽ കൊടുമ്പിരി കൊണ്ട് യുദ്ധം. ടെഹ്റാനിൽ ഉഗ്രസ്ഫോടനങ്ങൾ. എണ്ണപ്പാടങ്ങളിൽ ബോംബുമഴ. സമാധാന നീക്കവുമായി അറബ് രാഷ്ട്രങ്ങൾ. നരേന്ദ്രമോദി ഇന്ന് ക്രൊയേഷ്യയിൽ. രാജ്യത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഡിജിറ്റലും ടൂറിസവും ചർച്ചയാകും. കനേഡിയൻ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച.
ഭാരതം കാനഡ ബന്ധം മെച്ചപ്പെടുത്താൻ ധാരണ. നിലമ്പൂരിൽ നിശബ്ദ പ്രചാരണം. വോട്ടുറപ്പിക്കാൻ മുന്നണികളുടെ നെട്ടോട്ടം. നാളെ വിധിയെഴുത്ത്, 23-ന് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് കാസർഗോഡും കണ്ണൂരും ഓറഞ്ച് അലർട്ട്. കുട്ടനാട് താലൂക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഇരിങ്ങാലക്കുടയിൽ മണ്ണിടിച്ചിൽ ഭീതിയിൽ 30ഓളം കുടുംബങ്ങൾ. നിറവേറ്റി തരണം. ഇതൊന്ന് കുന്നിടിച്ച് തന്ന് ഞങ്ങളിത് ഇവിടുന്ന് കരകയറ്റി തരാനായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അല്ലാണ്ട് വേറെ ഞങ്ങൾക്കൊരു അപേക്ഷയില്ല. ഞങ്ങളുടെ വീടുകൾ പോകരുത്. കുട്ടികളുണ്ട്, അവർ പുറത്തേക്ക് ഇറങ്ങണം. എല്ലാ കാര്യം കൊണ്ടും ഞങ്ങൾക്ക് വിഷമാണ്. കല്ലാക്കി കെട്ടി അവരെങ്ങനെ ചെയ്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങളുടെ കൊച്ചു മക്കളും ഞങ്ങളും ജീവിക്കുന്നവരാ. വയസ്സായ അമ്മേന് ആ അമ്മയ്ക്കും ഇവിടെ. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം കുത്തനെ മേൽപോട്ട്. 2 ആഴ്ചക്കിടെ 3000-ഓളം ഡെങ്കിപ്പനി ബാധിതർ. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. ആശമാരുടെ രാപ്പകൽ സമരയാത്ര ഇന്നുകൂടി. സമരവേദിയിൽ ആയിരങ്ങൾ അണിനിരക്കും. തലസ്ഥാനത്ത് മഹാറാലിയും. നിലമ്പൂർ ഇന്നലെ ഉച്ച കഴിഞ്ഞത് മുതൽ ആവേശത്തിന്റെ കൊടുമുടിയിലായിരുന്നു. പരസ്യപ്രചാരണം സമാപിച്ചു. ഇന്ന് നിശബ്ദമായി വോട്ട് തേടലാണ്. നിശബ്ദ പ്രചാരണം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. പരസ്യപ്രചാരണം അവസാനിച്ചതോടെ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. നാളെ നിലമ്പൂർ വിധിയെഴുതും. 23-ന് ഫലമറിയാം. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നു. ശിവദാസ്, ഒരുപക്ഷെ ഉറപ്പിച്ച വോട്ടുകൾ കൈവിട്ടു പോകാതിരിക്കാൻ, മറ്റാരോപണങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ ഒരു ദിവസമാണ് മുന്നണികൾക്ക്, സ്ഥാനാർത്ഥികൾക്ക്, രാഷ്ട്രീയ കക്ഷികൾക്ക് ഒക്കെ ഇന്നത്തെ ദിവസം, അല്ലേ? തീർച്ചയായും നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നാളെ ജനങ്ങൾ വിധിയെഴുതും. രാവിലെ 7 മണി മുതലാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ് ആരംഭിക്കുക. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. അതുകൊണ്ട് തന്നെ അവസാനവട്ട നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണ് ഇന്നും സ്ഥാനാർത്ഥികൾ ഉള്ളത്. ഇന്നലെ വരെ പരസ്യ പ്രചാരണമായിരുന്നു. വലിയൊരു ബഹളം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിലമ്പൂരിൽ ഉണ്ടായിരുന്നത്. വ്യത്യസ്തമായ വിഷയങ്ങൾ ഈ ദിവസത്തിനിടയിൽ ചർച്ച ചെയ്തു. അതിൻ്റെ എല്ലാം അവസാനം ആണ് പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. ഇനി ഒറ്റ ദിവസം മാത്രമാണ് ഉള്ളത്. നാളെ രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും. തിങ്കളാഴ്ചയാണ് റിസൾട്ട് വരിക. നമുക്കറിയാം, നിലമ്പൂരിനെ സംബന്ധിച്ച് നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് തന്നെ ഒരു അനാവശ്യ തിരഞ്ഞെടുപ്പാണ് എന്നൊരു ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിരവധി വിഷയങ്ങൾ ഈ തിരഞ്ഞെടുപ്പിലെ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് വികസന വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. നമുക്കറിയാം, LDFും UDFും അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും തന്നെ ഈ പ്രചാരണ സമയങ്ങളിലൊന്നും തന്നെ എടുത്തു പറഞ്ഞിട്ടില്ല. അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചും അത് ഉയർത്തിയുമായിരുന്നു അവരുടെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിനാണ് അവർ മുൻകൈയെടുത്തത്. അതുതന്നെയായിരുന്നു പ്രചാരണ സമയത്തും വലിയ വിവാദമായി ഉണ്ടായിരുന്നത്. UDFന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചു. LDFന് PDPയും പിന്തുണ പ്രഖ്യാപിച്ചു. പിന്നീട് ഇരു മുന്നണികളും ഇതിൻ്റെ പേരിൽ തമ്മിലുള്ള ഒരു വാഗ്വാദമാണ് നടന്നത്. പക്ഷേ നിലവിൽ നമുക്കറിയാം, നിലമ്പൂരിനെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ ഇല്ലാത്ത ഒരു നിയമസഭാ മണ്ഡലമാണ്. മലയോര മേഖല കൂടിയാണ്. വന്യമൃഗശല്യം രൂക്ഷമായ ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം. ഈ മണ്ഡലത്തിലെ ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ കൈകാര്യം ചെയ്യാതെയുള്ള ഒരു പ്രചാരണം, അത് എത്രത്തോളം വോട്ടെടുപ്പ്
തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും അല്ലെങ്കിൽ ഫലത്തെ എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളതെല്ലാം തന്നെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലമ്പൂർ നിയമസഭാ മണ്ഡലം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കാരണം വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഇനി കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ട് മുൻപ് നടക്കുന്ന ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് അതൊരു സെമി ഫൈനൽ ആയിരിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് രാഷ്ട്രീയ കേരളത്തിനും പ്രധാന മുന്നണികൾക്കും പാർട്ടികൾക്കും എല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എല്ലാ മുന്നണികളും NDAയും UDF-ഉം LDF-ഉം അതോടൊപ്പം തന്നെ മറുഭാഗത്ത് സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവറും എല്ലാം തന്നെ ഒരു ശക്തമായ പ്രചാരണവുമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ നിലമ്പൂരിൽ ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും പ്രചാരണവുമാണ് ഈ നിലമ്പൂരിൽ നടന്നത്. വ്യത്യസ്ത വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിലമ്പൂരിനെ ഒരു സജീവമായി നിലനിർത്താൻ അവർ ശ്രമിച്ചു. പ്രത്യേകിച്ച് നമുക്കറിയാം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രീണനം ലക്ഷ്യമാക്കിയുള്ള ഒരു പ്രചാരണം നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. മറ്റ് വിഷയങ്ങൾ, അതായത് വന്യമൃഗ ശല്യം രൂക്ഷമായ ഒരു മേഖല ആയതുകൊണ്ട് തന്നെ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ മരണം അത് വിവാദമാക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ആ വിഷയം ചർച്ചയായി. ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ നടന്നത്. ഏകദേശം 3 ആഴ്ചക്കാലത്തോളം ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം ഇവിടെ നടന്നു. 2,32,000 വോട്ടർമാരാണ് നിലമ്പൂരിൽ ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത്. 1,18,000 സ്ത്രീ വോട്ടർമാർ ഉണ്ട്. 1,13,000 പുരുഷ വോട്ടർമാരാണ് ഉള്ളത്. 14 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട്. മുൻപ് നിലമ്പൂരിൽ മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് സുരക്ഷാ സേനയുടെയും പോലീസിൻ്റെയും എല്ലാം തന്നെ വിലയിരുത്തൽ. എങ്കിലും 14 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട്. ഇവിടെയെല്ലാം തന്നെ ഏകദേശം 1,200 പോലീസിനെ സുരക്ഷയ്ക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. നിലവിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒറ്റ ദിവസം മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനോടും UDF-നോടും ചേർന്ന് നിൽക്കുന്നു. മറുവശത്ത് PDP ബന്ധം CPM-നെ വല്ലാതെ കുഴപ്പത്തിലാക്കുന്നു. ഈ വിഷയം എത്ര കണ്ട് പ്രചാരണ രംഗത്ത് ഉയർത്തിക്കാട്ടപ്പെട്ടു? അതിൽ നേട്ടമുണ്ടാക്കുന്നത് ആര്? കൃഷ്ണരാജ്, മലപ്പുറം ജില്ല എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനമായും ഒരു ന്യൂനപക്ഷ പ്രീണനത്തിൽ ഊന്നിയുള്ള ഒരു പ്രചാരണമാണ് ഇടത് വലത് മുന്നണികൾ കൈക്കൊണ്ടിട്ടുള്ളത്. നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി UDF-നെ പിന്തുണച്ച് അതോടെ UDF-ന് അവർ നല്ലവരായി മാറിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പഴയ ജമാഅത്തെ ഇസ്ലാമി അല്ല, അവരുടെ ആശയങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. മതരാഷ്ട്രവാദത്തിൽ നിന്നും അവർ മാറി എന്നാണ് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട UDF-ന്റെ നേതാക്കളെല്ലാം തന്നെ ഇതിന് സമാനമായ മറുപടി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് എടുത്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമുക്കറിയാം മുൻപെല്ലാം തന്നെ പാണക്കാട് കുടുംബം എല്ലാം തന്നെ ശക്തമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും അതോടൊപ്പം തന്നെ SDPI പോലുള്ള സംഘടനയെയും എല്ലാം തന്നെ ശക്തമായി എതിർത്തിരുന്നു. പക്ഷേ ഇപ്പോൾ UDF-ന്റെ ഭാഗമായതോടെ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് എടുത്തില്ല. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ കൂടി ഇടപെടലിലാണ് ജമാഅത്തെ ഇസ്ലാമി UDF-ന്റെ ഭാഗമായി മാറിയിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് LDF-ന് PDP പിന്തുണ നൽകിയതോടെ ഇവരുടെ കൃത്യമായ ലക്ഷ്യവും അജണ്ടയും എന്താണെന്ന് വ്യക്തമാവുകയാണ്. മുസ്ലിം പ്രീണനത്തിൽ ഊന്നി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രീണനം നടത്തി ഇവിടെ പ്രചാരണം നടത്തി വോട്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. താൽക്കാലിക ലാഭം നോക്കി അല്ലെങ്കിൽ താൽക്കാലികമായൊരു ആശ്വാസം നോക്കി ഈ മുസ്ലിം വോട്ടുകൾ സ്വരൂപിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഇരു മുന്നണികൾക്കും ഉണ്ടായത്. PDP നമുക്കറിയാം അബ്ദുൽ നാസർ മദനി ചെയർമാനായ ഒരു പാർട്ടിയാണ്. അദ്ദേഹം ഇപ്പോഴും ജയിലിലാണ് ഉള്ളത്. കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ്, അതോടൊപ്പം തന്നെ കോയമ്പത്തൂർ സ്ഫോടന കേസ്, ഇത്തരത്തിൽ ഭീകരവാദ ബന്ധമുള്ള നിരവധി കേസുകൾ ഉള്ള ഒരു നേതാവ് കൂടിയാണ് അബ്ദുൽ നാസർ മദനി ചെയർമാനായ ഒരു സംഘടന PDP. ഒരു കാര്യം കൂടി, അതായത് NDA BJP പ്രചാരണ രംഗത്ത് എത്രമാത്രം ആവേശത്തിലായിരുന്നു? അവരുടെ പ്രതീക്ഷ എന്താണ്?
കൃഷ്ണരാജ്, BJPയും NDA വളരെ ആവേശത്തിൽ തന്നെയാണ്. തുടക്കം മുതൽ തന്നെ മലയോര മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചാരണമാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇടത് വലത് മുന്നണികൾ ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങളിൽ മുറുകെ പിടിച്ച് പ്രചാരണം നടത്തുമ്പോൾ NDA മലയോര മേഖലയെ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ വികസനപരമായ വിഷയങ്ങൾ മുൻനിർത്തിയുമുള്ള ഒരു പ്രചാരണത്തിനാണ് ശ്രദ്ധ നൽകിയത്. അത്തരത്തിലുള്ള വിഷയങ്ങൾ മാത്രമാണ് ജനങ്ങളോട് പറഞ്ഞത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നിലമ്പൂരിനെ സംബന്ധിച്ച് നിരവധി വനവാസികൾ ഉള്ള ഒരു ഇടം കൂടിയാണ്. അതോടൊപ്പം തന്നെ നിരവധി സാധാരണക്കാരായ കർഷകർ ഉള്ള ഒരു മേഖല കൂടിയാണ്. വന്യമൃഗശല്യം രൂക്ഷമായ ഒരു മേഖലയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉള്ള ഒരു പ്രചാരണമാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് NDAയുടെ സ്ഥാനാർത്ഥി. മലയോര കർഷകനാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഏകദേശം കഴിഞ്ഞ 45 വർഷത്തോളമായി ഈ മലയോര മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. ഇതെല്ലാം തന്നെ അനുകൂലമാകും എന്നൊരു പ്രതീക്ഷ NDAയ്ക്കുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അവസാന ഘട്ടത്തിലും ആ രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെയാണ്. നാളെ പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ പോകുന്നു. വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം. ഇനി നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നു. ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. കനത്ത മഴ പെയ്യുമ്പോഴും അയ്യപ്പ ഭക്തർ ദർശനത്തിനായി എത്തുന്നു. യാത്രയിൽ ഭക്തർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രിയാണ് നട അടയ്ക്കുക. മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, സ്വാമി ശരണം. സന്നിധാനത്ത് മഴയാണെന്നറിയാം. ഭക്തജന തിരക്ക് എങ്ങനെ? സ്വാമി ശരണം, രാവിലെ മഴയ്ക്ക് ചെറിയ ശമനമുണ്ടെന്ന് വേണം പറയാൻ. കാരണം ഇപ്പോഴും ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മഴയില്ല. എന്തായാലും വരുന്ന ഭക്തരോടെല്ലാം ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഉഷപൂജയുടെ സമയമാണ്. രാവിലെ തന്നെ ഭക്തരെല്ലാം ദർശനം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസവും കുറേയധികം പേർ എത്തിയിരുന്നു. ഭക്തരൊക്കെ അങ്ങനെ ശരണമന്ത്രങ്ങൾ മുഴക്കി ഈ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സന്നിധാനത്തിൽ, അതായത് ഈ ക്ഷേത്രത്തിന് മുന്നിൽ ചോറ് കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞു മണികണ്ഠന്മാരും മാളികപ്പുറങ്ങളൊക്കെ ഇവിടേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ആദ്യ അന്നമുണ്ണാൻ, അതായത് അയ്യൻ്റെ മുന്നിൽ ആദ്യ അന്നമുണ്ണുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുഞ്ഞുങ്ങളാണ്. അവരൊക്കെ രാവിലെ വന്ന് കാത്തു നിന്ന് ഈ ഉഷപൂജ സമയത്ത്, അതായത് ഇവിടെ ചോറ് കൊടുക്കുന്നതിനൊരു സമയമുണ്ട് രാവിലെ, ആ സമയം വരെ കാത്തു നിന്ന് അങ്ങനെ ഇപ്പോൾ ആദ്യ അന്നമുണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഓരോ ദിവസവും ശബരിമലയിൽ ഇത്തരത്തിൽ നിരവധി കുഞ്ഞുങ്ങൾ അന്നമുണ്ണുവാൻ വേണ്ടി എത്തുന്നുണ്ട്. അവർ ഇവിടെ നിന്നും തുടങ്ങുന്നു, അതായത് അയ്യൻ്റെ തിരുമുമ്പിൽ നിന്നും അന്നമുണ്ട് തുടങ്ങുന്നു. ഇവിടെ തൊഴുത ശേഷം പിന്നീട് മറ്റ് ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്തായാലും വിവിധ ഇടങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ഈ ചടങ്ങുകൾക്കായി ശബരിമലയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ നിരവധി ഭക്തർ ഇരുമുടി കെട്ടുമേന്തി 18ാം പടിയിലൂടെ കടന്നു വരുന്നുമുണ്ട്. എന്തായാലും ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നീലിമല വഴിയുള്ള പാത അത് താൽക്കാലികമായി തന്നെ നിരോധിച്ചിരിക്കുകയാണ്. കാരണം അത് കുത്തനെയുള്ള കയറ്റമായതിനാൽ തന്നെ ഭക്തജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് അതുവഴിയുള്ള യാത്ര താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പമ്പ സ്നാനത്തിനും താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ ശക്തമാകുകയാണെങ്കിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്നുള്ള അറിയിപ്പ് തന്നെയാണ് പോലീസും നൽകിയിട്ടുള്ളത്. എന്തായാലും ഈയൊരു ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മളെ വളരെയധികം ഭക്തിസാന്ദ്രമായി അങ്ങനെ സന്നിധാനം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നാളെയാണ്, അതായത് 19-ാം തീയതി വൈകിട്ടാടെയാണ് ഈ മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ഇവിടെ നട അടയ്ക്കുക. ഹരിവരാസനത്തോടുകൂടി നടയടയ്ക്കും. പിന്നീട് അടുത്ത മാസമാണ് തുറക്കുക. ഇപ്പോൾ 18ാം പടി കയറി എത്തുന്ന ഓരോ ഭക്തരെയും നമുക്ക് കാണാം. രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഈ ഒരു ഭക്തർക്ക് സുഗമമായി തന്നെ ഇവിടെ എത്തി ദർശനം നടത്താവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ മാസപൂജ കണക്കാക്കി എത്തുന്ന നിരവധി ഭക്തരുണ്ട്. സ്ഥിരമായും മാസപൂജയ്ക്ക് എത്തുന്ന ഭക്തരുണ്ട്. അതായത് എല്ലാ മാസവും ഇവിടേക്ക് എത്തി അയ്യനെ ദർശിച്ച് മടങ്ങുന്ന നിരവധി ഭക്തർ, അത് ഇന്നും തുടരുന്ന നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരാണ് കൂടുതൽ. അതോടൊപ്പം മലയാളികളുമുണ്ട് എന്നുള്ളതാണ്. സാധാരണയായി ഈ മാസപൂജകൾക്കൊക്കെ കർണാടക, തമിഴ്നാട് സ്വദേശികളാണ് കൂടുതലായി എത്താറ്. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി തന്നെ നിരവധി മലയാളികളും എത്തുന്നുണ്ട്.
എന്തായാലും ഈ മാസപൂജയ്ക്കായാലും മണ്ഡലകാലത്തായാലും എന്നും നട തുറന്നു കഴിഞ്ഞാൽ ഈ തിരുസന്നിധിയിൽ ഇരുമുടിക്കെട്ടുമേന്തി നിരവധി ഭക്തജനങ്ങളാണുള്ളത്. അത് ലോകമെമ്പാടും ഉള്ള അയ്യപ്പ ഭക്തർ ഒരു തവണയെങ്കിലും ശബരിമലയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ, അവർ എന്തൊക്കെ തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥയായാലും ഈ 18-ാം പടിയും കടന്ന് ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? എങ്ങനെയുണ്ടായിരുന്നു? நாங்கள் சென்னையிலேருந்து வரோம். மேல்மருவத்தூர் ஃப்ரீயாக தான் இருக்குது, க்ரௌட் இல்லை, நல்ல தரிசனம். நல்ல தரிசனம். நாங்கள் சென்னையிலேருந்து வரோம். நல்ல அருமையான தரிசனம். நல்லா இந்த பொது வழி நல்ல அருமையாக இருக்குது. சூப்பர். மழை இப்போ பரவாயில்ல கொஞ்சம், ஆனால் நேற்றுலாம் நல்லா மழைன்னு சொன்னாங்க. இன்றைக்கி பரவாயில்ல, பகவான் முன்னியத்தில் நல்லபடியாக வந்து. തീർച്ചയായും ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ കഴിയുന്നു എന്നതാണ്. മഴയും ഇന്ന് രാവിലെ മുതൽ വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ എത്തുന്ന ഭക്തർക്ക് ഇവിടെ ദർശനം നടത്തി മടങ്ങാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ പുലർച്ചയോടുകൂടി നട തുറന്നു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് ചടങ്ങുകൾ, അതായത് ഓരോ പൂജകളായി തുടർന്നു വരികയാണ്. ഉഷപൂജ, ഉദയാസ്തമന പൂജ ഒക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 7 മണി വരെ അഭിഷേകമുണ്ടായിരുന്നു. ഇനി 9 മണിക്കാണ് അഭിഷേകം, നെയ്യഭിഷേകം വീണ്ടും തുടരുക. ഏതായാലും ഇവിടെ ഉള്ള ഭക്തരെയൊക്കെ ദർശനം കഴിഞ്ഞെത്തി നിൽക്കുന്നവരെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരെല്ലാം അങ്ങനെ കുട്ടികളുമായിട്ടൊക്കെ നിൽക്കുന്നതാണ്. എവിടെ നിന്നാണ് വരുന്നത്? തെള്ളിയൂർ. കഴിഞ്ഞോ? ചോറ് കൊടുത്ത് കഴിഞ്ഞു. ചോറ് കൊടുത്ത് വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ കൊണ്ടുവരണം. ശബരിമല കൊണ്ട് ചോറ് കൊടുക്കണം. മഴയൊക്കെ ആയപ്പോൾ ഒരു ഇതുണ്ടായിരുന്നോ ഇങ്ങോട്ട്? കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായിരുന്നു, സാരമില്ല, വകവെക്കാതിഞ്ഞ് പോരുന്നു. പേര്? മോൻ്റെ പേര് ബദ്രിയാണ്. രാവിലെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ആദ്യ അന്നം കൊണ്ട് നിൽക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ചേട്ടൻ്റെ പേര്? ചേട്ടനാണോ? അതെ, പേര് പറ. കേദാർ. അപ്പോൾ കേദാറും ബദ്രിയാണ്. അപ്പോൾ 2 ക്ഷേത്രങ്ങളുടെ പേര് വെച്ചിട്ടാണല്ലോ. ഭയങ്കര ശിവഭക്തനാ, കേദാർനാഥിൽ പോയിട്ടുള്ള ആളാ. അങ്ങനെ കേദാറും ബദ്രിയാണ് ഇവിടെ. ഇപ്പോൾ ബദ്രിയുടെ ചോറൂണിനെത്തിയതാണ് കുടുംബമായിട്ട്. എന്തായാലും വളരെയധികം ഭക്തിസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ ആദ്യ അന്നമുണ്ട്. അങ്ങനെ ബദ്രിയും ഇവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ അയ്യനെ തൊഴുത് മടങ്ങുകയാണ്. എന്തായാലും നിരവധി ഭക്തജനങ്ങൾ അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഉള്ളിൽ വെച്ച് അവരൊക്കെ എത്തുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്? അഴീക്കൽ, കൊല്ലം. കൊല്ലത്ത് നിന്ന് ഒരാൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ചോറൂണൊക്കെ കഴിഞ്ഞോ? ചോറൂണ്. അപ്പോൾ അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ അങ്ങനെ വീണ്ടും, അതായത് നിരവധി പേരാണ് ഒരു ദിവസം ഇവിടെ ചോറൂണിനായി എത്തുന്നത്. അവരൊക്കെ അങ്ങനെ അയ്യനെ ദർശിച്ച ശേഷം അന്നമുണ്ണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പാണ്. എന്തായാലും ഇനി വരുന്ന ഭക്തർക്കും ഇത് തന്നെയാണ്. ഓരോ ദിവസവും, അതായത് നാളെ കൂടെ ഉള്ളൂ എന്നുള്ളതാണ്. നാളെ രാവിലെ ഈ ചടങ്ങുകളുണ്ടാവും. അതിനുശേഷം രാത്രിയോടുകൂടിയാണ് നട അടയ്ക്കുക. എന്തായാലും പ്രതികൂല കാലാവസ്ഥയായാലും അയ്യനെ ദർശിക്കുവാൻ വേണ്ടി നിരവധി ഭക്തർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി ഓരോ മാസവും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു തിരക്ക് അതായത് ഓരോ ദിവസവും നട തുറന്നപ്പോൾ നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. പിന്നീട് മഴയൊക്കെ ആയപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഭക്തരെ കടത്തിവിടുന്നത് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാക്കി എന്നുള്ളതാണ്. മല കയറുന്നതും ഇറങ്ങുന്നതും സ്വാമി അയ്യപ്പൻ റോഡ് വഴിയായിരിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. ഭക്തർ അവരുടെ സുരക്ഷ, അതിനുള്ള മുൻകരുതലുകൾ എടുക്കണം. ഈ മല കയറുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. എന്തായാലും ഭക്തർ അങ്ങനെ തന്നെ ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുന്നു, ദർശനം നടത്തുന്നു. മേൽപ്പാലം വഴിയും അതോടൊപ്പം തന്നെ ബലിക്കൽപുര വഴിയും ഒക്കെ കയറുന്ന ഭക്തർ അങ്ങനെ സോപാനത്തിനരികെ എത്തി ദർശനം നടത്തി മടങ്ങുവാൻ വേണ്ടി അങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനിയുള്ള നാളെ ഒരു ദിവസം അതിനും ഈ ഒരു തിരക്ക് അനുഭവപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ഭക്തരാണ് ഇവിടെ എത്തിയത്. സ്വാമി സർ, Bangalore sir. Good darshan we had. Now again last before first time I saw darshan. Thank you Swami. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നെത്തിയ ഭക്തരാണ്. അവരൊക്കെ തന്നെ നല്ല ദർശനം സാധ്യമായി എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ഭക്തജനങ്ങളൊക്കെ കാത്തു നിൽക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് സോപാനത്തിനരികെയാണ്. സോപാനത്തിനരികെ ഭക്തർ അങ്ങനെ ഈ ഉഷപൂജ, ഉദയാസ്തമന പൂജയൊക്കെ കഴിഞ്ഞ് ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഓരോ പൂജകളായി അങ്ങനെ കഴിയുന്നു. എല്ലാവരും ശരണമന്ത്രങ്ങൾ മുഴക്കി അങ്ങനെ അയ്യനെ ദർശിച്ച് ആ ഒരു സന്നിധാനത്ത് അങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യെസ്, സന്നിധാനത്ത് ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. കനത്ത മഴയാണെങ്കിലും ഇപ്പോൾ മഴ തോർന്ന അവസ്ഥയാണെങ്കിലും പ്രതികൂല കാലാവസ്ഥയിലും നിരവധി പേരാണ് മിഥുനമാസ പൂജയിൽ പങ്കെടുക്കാൻ, അയ്യനെ കാണാൻ അവിടേക്ക് എത്തുന്നത്. നാളെ രാത്രി നടയടയ്ക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്ന് എം മനോജ്.
ശബരിമലയിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് പോകാം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീരാട്ടത്തിനുള്ള ഇളനീർ വെപ്പ് നടന്നു. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്രതം നോറ്റ് ഇളനീർക്കാവുമായി ആയിരക്കണക്കിന് ഭക്തരാണ് കാൽനടയായി കൊട്ടിയൂരിൽ എത്തിച്ചേർന്നത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ജന്മാവകാശികളായ തണ്ടയാന്മാർക്കാണ് ഇളനീർ വെപ്പിനുള്ള അവകാശം. കൂത്തുപറമ്പിനടുത്തുള്ള വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവണ്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി കൊട്ടിയൂരിൽ എത്തിച്ചേർന്നിരുന്നു. തിരുവഞ്ചിറയുടെ കിഴക്കേ നടയിൽ വിരിച്ച പട്ടും പോളയിലുമാണ് ഇളനീർക്കാവുകൾ സമർപ്പിച്ചത്. ഇളനീർ വ്രതക്കാർ സന്ധ്യയോടെ മന്തംചേരിയിലെ ബാവലിക്കരയിലെത്തി ഇളനീർ വെപ്പിനുള്ള മുഹൂർത്തം കാത്തിരുന്നു. ക്ഷേത്രത്തിലെ രാത്രി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ ഉടനെ രാശി വിളിച്ചു. ഇതോടെ ഭക്തർ ഇളനീർക്കാവോടുകൂടി കൊട്ടിയൂരിലേക്കെത്തി. ശക്തമായ മഴയെ തുടർന്ന് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ സാധാരണ ബാവലി മുറിച്ചു കടന്ന് അക്കരെ എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതിനാൽ പാലം വഴി കടന്നാണ് ഇളനീർക്കാവ് സംഘങ്ങൾ അക്കരെ സന്നിധിയിൽ എത്തിയത്. ജനം, കൊട്ടിയൂർ. ഐതിഹ്യപ്പെരുമയും രുചിപ്പെരുമയും കൊണ്ട് ഏവർക്കും പ്രിയങ്കരമായ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് ഇനി പൊള്ളുന്ന വിലയാണ്. ലിറ്ററിന് 100 രൂപയാണ് കൂട്ടിയത്. അതോടെ 260 രൂപയാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെതാണ് തീരുമാനം. വരും ദിവസങ്ങളിൽ പാൽപ്പായസത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ അളവും കൂട്ടും. വിശേഷ ദിവസങ്ങളിൽ 350 ലിറ്ററും അല്ലാത്തപ്പോൾ 300 ലിറ്ററും തയ്യാറാക്കാനും ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ പ്രതിദിനം 225 ലിറ്റർ പായസമാണ് നിവേദിക്കുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസം ഗോപാലകർഷണ എന്നറിയപ്പെടുന്നത്. അത് വില വർദ്ധിക്കുന്നതിനോടുപരി അത് ഗുണനിലവാരത്തോടെ ലഭിക്കുകയും 1 ലിറ്ററിന് 1 ലിറ്റർ കിട്ടുകയും വേണം. അപ്പോൾ എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇങ്ങനെ തീരുമാനം അമ്പലപ്പുഴ പാൽപ്പായസം ഭക്തജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഓൺലൈൻ ബുക്കിംഗ് ആക്കിയതിനും നേരിട്ടുള്ള ബുക്കിംഗ് ആക്കിയതിലും സന്തോഷമുണ്ട്. എല്ലാവർക്കും പായസം കിട്ടിട്ട് നല്ല പായസം കിട്ടിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. 10 വർഷം മുമ്പാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ നിരക്ക് പരിഷ്കരിച്ചത്. പുതിയ വില ചിങ്ങം 1 മുതൽ പ്രാബല്യത്തിൽ വരുത്താനാണ് തീരുമാനം. പാൽപ്പായസം ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. ജനം, ആലപ്പുഴ. കോഴിക്കോട് മാറാട് ഭജനമഠം അടിച്ചു തകർത്ത കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ അതൃപ്തിയും ആശങ്കയും പ്രകടിപ്പിച്ച് അയ്യപ്പ ഭക്തർ. പ്രതി നവാസ് പറഞ്ഞ മുഹിയുദ്ദീൻ സംഘടനയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും കൃത്യത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം. അതേസമയം പോലീസുകാരെ ആക്രമിച്ചതിനും മതവികാരം വ്രണപ്പെടുത്തിയതിനും 332, 298 അടക്കം ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മാറാട് ഭജനമഠത്തിൽ അതിക്രമിച്ചു കടക്കുകയും ഗുരുസ്വാമിയെ മർദ്ദിക്കുകയും ചെയ്ത കേസിലെ പ്രതി നവാസ് പിടിക്കപ്പെട്ട സമയത്ത് പോലീസുകാരോട് പറഞ്ഞ മൊയ്തീൻ സംഘടന, ആ സംഘടനയെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയോ? പിടിക്കപ്പെട്ട സമയത്ത് പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന അറബി പുസ്തകത്തിലെ ഉള്ളടക്കം എന്തായിരുന്നു? അക്രമം നടക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് പ്രതി എവിടെയൊക്കെ സഞ്ചരിച്ചു? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ ആര്? ഇങ്ങനെ നീളുന്നു ഭക്തരുടെ ആശങ്കകൾ. ഇപ്പോൾ നമ്മുടെ ഈ കേസിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ഈ അയ്യപ്പ ഭക്ത സംഘത്തിലെ ആളുകളൊന്നും തൃപ്തരല്ല. കാരണം കേസ് നേരായ രീതിയിലാണോ നടക്കുന്നുള്ളൊരു സംശയം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം സർക്കാരും അതേപോലെ തന്നെ ജില്ലാ ഭരണാധികാരികളും പോലീസ് ഉദ്യോഗസ്ഥരും ഒന്നും കൂടി ഞങ്ങളെ ഈ പ്രദേശത്തുള്ള സാധാരണക്കാർക്ക് ഇടയിൽ ഒരു വിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കേസ് നടപടികളും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു സാഹചര്യം കൂടി ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുണ്ട്. ഭജനമഠത്തിൽ അതിക്രമം നടന്നിട്ട് ഇന്നേക്ക് 10 ദിവസം പിന്നിടുകയാണ്. എന്നിട്ടും അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഭക്തർ പൂർണ്ണ തൃപ്തരല്ല. റിമാൻഡിലായ പ്രതി നവാസ് സെല്ലിൽ വെച്ച് മാനസികാസ്വാസ്യം പ്രകടിപ്പിച്ചെന്നും തുടർന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചെന്നുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. അതേസമയം പ്രതിക്കെതിരെ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുകയും ഐക്യമില്ലാതാക്കുകയും ചെയ്തതിനും മതവികാരം വ്രണപ്പെടുത്തിയതിനും 332, 298, 109 തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
പഴുതടച്ച അന്വേഷണമാണ് നടക്കുന്നതെന്നും പ്രതിക്ക് മാനസിക രോഗമെന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. ജനം, കോഴിക്കോട്. കണ്ണൂർ നഗരത്തിൽ വീണ്ടും തെരുവുനായ ആക്രമണം. റെയിൽവേ സ്റ്റേഷൻ മുതൽ പുതിയ സ്റ്റാൻഡ് വരെ 11 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. അപകടകാരിയായ തെരുവുനായയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഇന്നലെ 56 പേരെ തെരുവുനായ ആക്രമിച്ചിരുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. തെരുവുനായ ചത്തു എന്ന വിവരമാണല്ലോ വരുന്നത് പുറത്ത്. അതായത് ആശങ്കയേറുന്നു അല്ലേ? കൃഷ്ണരാജ്, ഇന്നലെ കടിച്ച നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ഒരു അവകാശവാദമാണ് കണ്ണൂർ കോർപ്പറേഷൻ അധികൃതർ ഉന്നയിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഏതാണ്ട് 11 പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ ഏതാണ്ട് 11 പേർക്കാണ് കടിയേറ്റത്. ഇന്നലെ മാത്രം ഏതാണ്ട് 30-ലേറെ പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അത് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ SBI ബാങ്ക് പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ്. കാൽനട യാത്രക്കാർക്ക് നേരെ പോലും ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ വൈകിട്ടോടുകൂടി നിരവധി പേരാണ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇന്നലെ കടിച്ച നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞത്. എന്നാൽ ഇന്ന് രാവിലെ ഇപ്പോൾ വീണ്ടും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഏതാണ്ട് 11 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ആക്രമിച്ച നായ മറ്റ് പട്ടികളെയും കടിച്ചോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കടിച്ചു എന്ന് പറയാൻ തെരുവുനായ പിടികൂടാനുള്ള ശ്രമവും കോർപ്പറേഷൻ ഭാഗത്ത് നിന്ന് ഊർജിതമാക്കിയിട്ടുണ്ട്. കൃഷ്ണരാജ്, അങ്ങനെ പുത്തൻ പുലരി 1 മണിക്കൂറിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ 1 മണിക്കൂറിൽ നിരവധി വാർത്തകൾ പുതുതായി സംഭവിച്ചിട്ടുണ്ട്. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. യുദ്ധത്തിന് അമേരിക്കയും. ഇറാൻ ഉടൻ കീഴടങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ്. ആയത്തുള്ള ഖമേനിയെ ഉടൻ വധിക്കില്ല. ഫോണിൽ സംസാരിച്ച് ട്രംപും നെതന്യാഹുവും. ടെഹ്റാനിലെ ജനമൊഴിഞ്ഞു പോകണമെന്ന് മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയിൽ കൊടുമ്പിരി കൊണ്ട് യുദ്ധം. ടെഹ്റാനിൽ ഉഗ്രസ്ഫോടനങ്ങൾ. എണ്ണപ്പാടങ്ങളിൽ ബോംബുമഴ. ഇസ്രയേലിനെ തകർക്കുമെന്ന് ഖമേനി. സമാധാന നീക്കവുമായി അറബ് രാഷ്ട്രങ്ങൾ. നരേന്ദ്രമോദി ഇന്ന് ക്രൊയേഷ്യയിൽ. രാജ്യത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. വ്യാപാരവും ടൂറിസവും ചർച്ചയാകും. കനേഡിയൻ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച. ഭാരതം കാനഡ ബന്ധം മെച്ചപ്പെടുത്താൻ ധാരണ. നിലമ്പൂരിൽ നിശബ്ദ പ്രചാരണം. വോട്ടുറപ്പിക്കാൻ മുന്നണികളുടെ നെട്ടോട്ടം. നാളെ വിധിയെഴുത്ത്. 23-ന് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് കാസർഗോഡും കണ്ണൂരും ഓറഞ്ച് അലർട്ട്. കുട്ടനാട് താലൂക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഇരിങ്ങാലക്കുടയിൽ മണ്ണിടിച്ചിൽ ഭീതിയിൽ 30ഓളം കുടുംബങ്ങൾ. കുന്നിട്ട് തന്ന് ഞങ്ങളിത് ഇവിടുന്ന് കരകയറ്റി തരാനായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അല്ലാണ്ട് വേറെ ഞങ്ങൾക്കൊരു അപേക്ഷയില്ല. ഞങ്ങളുടെ വീടുകൾ പോകരുത്. കുട്ടികളുണ്ട്, അവർ പുറത്തേക്ക് ഇറങ്ങണം. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം കുത്തനെ മേൽപോട്ട്. 2 ആഴ്ചക്കിടെ 3000-ഓളം ഡെങ്കിപ്പനി ബാധിതർ. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. ആശമാരുടെ രാപ്പകൽ സമരയാത്ര ഇന്നുകൂടി. സമരവേദിയിൽ ആയിരങ്ങൾ അണിനിരക്കും. തലസ്ഥാനത്ത് മഹാറാലി. സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ തുടരും. ഇന്ന് 2 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ്. 6 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും.
കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് തീവ്ര മഴ മുന്നറിയിപ്പ്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചെയ്തു. പ്രശാന്ത്, ഈ തലസ്ഥാനത്ത് മഴ ഒരല്പം ശമിച്ചിട്ടുണ്ട്. ഇന്നലെയും അങ്ങനെയായിരുന്നു, ഒറ്റപ്പെട്ട മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും ഇപ്പോൾ അങ്ങനെയെന്ന സാധ്യതയാണ്. പക്ഷേ വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി കനത്ത മഴ പെയ്യുന്ന, അതിതീവ്ര മഴ പെയ്തു, ഇപ്പോൾ തീവ്ര മഴയിലേക്ക് എത്തുന്നു കണ്ണൂരും കാസർഗോഡും. എന്താണ് മഴ മുന്നറിയിപ്പ്? കൃഷ്ണരാജ്, തെക്കൻ കേരളത്തിൽ മഴയുടെ ശക്തി കുറഞ്ഞു വരുന്നതായിട്ട് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പറയുന്നത്. നിലവിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകളൊന്നും ഇന്ന് ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വടക്കൻ മേഖലകളിൽ, അതായത് മലബാർ മേഖലകളിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ട് എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇന്ന് 2 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. അതോടൊപ്പം തന്നെ 6 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാളെയും സമാനമായ രീതിയിൽ മഴ തുടരും എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മഴക്കെടുതി മൂലമുണ്ടാകുന്ന ദുരിതങ്ങളെല്ലാം ഒഴിയുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മഴയുടെ ശക്തി പൊതുവെ എല്ലായിടത്തും, എല്ലാ മേഖലകളിലും കുറഞ്ഞു വരികയാണ്. അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് എങ്ങും ഇന്നും പ്രഖ്യാപിച്ചിട്ടില്ല, ഒരു ജില്ലയ്ക്കും പ്രഖ്യാപിച്ചിട്ടില്ല. നാളെയും സമാനമായ രീതി തന്നെയാണ്. അങ്ങനെയുള്ള റെഡ് അലർട്ട് പോലെയുള്ള മുന്നറിയിപ്പുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്, മഴയ്ക്കും സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. എന്തായാലും മഴയുടെ ശക്തി കുറഞ്ഞു വരുന്നതായി തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. വരുന്ന ദിവസങ്ങളിൽ, അതായത് 20-21 ദിവസങ്ങളിൽ നിലവിൽ അതിൻ്റെ മുന്നറിയിപ്പുകളൊന്നും, അതായത് ഒരു മുന്നറിയിപ്പും യെല്ലോ അലർട്ടോ ഓറഞ്ച് അലർട്ടോ അങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പുകളും നിലവിൽ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മഴയുടെ ശക്തി കുറഞ്ഞു വരുന്നതായിട്ട് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പറയുന്നത്. പക്ഷേ ഈ ഒരു കാലവർഷത്തിൻ്റെ പൊതുസ്വഭാവം അനുസരിച്ച് ഒരു ശക്തിയോടെ പെയ്യുകയും ഒരാഴ്ചക്കാലം മഴ തുടർന്ന് നിൽക്കുകയും പിന്നീട് കുറച്ച് ശമനമുണ്ടാകുകയും വീണ്ടും തുടരുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനൊരു അവസ്ഥയിലേക്ക് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എത്തപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഒരു വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇന്ന് വലിയ രീതിയിൽ ഉള്ള മഴ, സംസ്ഥാന വ്യാപകമായിട്ടൊരു പരക്ക മഴയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ മലബാർ മേഖലകളിൽ, വടക്കൻ കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയുടെ ശക്തി കുറയുന്നു തന്നെയാണ് ഇപ്പോൾ പൊതുവിൽ ലഭിക്കുന്ന വിവരം. കൃഷ്ണരാജ്, കാലവർഷത്തിൻ്റെ ശക്തി കുറയുന്നു, പക്ഷേ വടക്കൻ കേരളത്തിൽ മഴയുണ്ട്. അവിടെ കാസർഗോഡും കണ്ണൂരും ഇന്നും ഓറഞ്ച് അലർട്ടാണ്. തീവ്ര മഴ പെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ മധ്യ കേരളം മുതൽ ഇങ്ങോട്ട്, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് മഴ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. മണ്ണിടിച്ചിൽ ഭീതിയിൽ തൃശൂർ ഇരിങ്ങാലക്കുടയിലെ 30ഓളം കുടുംബങ്ങൾ. ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ മലയുടെ ഭാഗങ്ങൾ വീടുകൾക്ക് സമീപം വീണിട്ടുണ്ട്. പരാതി പറഞ്ഞ് മടുത്ത ഇവർ എന്തും വരട്ടെ എന്ന നിലപാടിലാണ്. ഒന്ന് നിറവേറ്റി തരണം, ഇതൊന്ന് കുന്നിടിച്ച് തന്ന് ഞങ്ങളിത് ഇവിടുന്ന് കരകയറ്റി തരാനായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അല്ലാണ്ട് വേറെ ഞങ്ങൾക്കൊരു അപേക്ഷയില്ല. ഞങ്ങളുടെ വീടുകൾ പോകരുത്, കുട്ടികളുണ്ട്, അവർ പുറത്തേക്ക് ഇറങ്ങണം. എല്ലാ കാര്യം കൊണ്ടും ഞങ്ങൾക്ക് വിഷമാണ്. കല്ലാക്കി കെട്ടി അവരെങ്ങനെ ചെയ്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങളുടെ കൊച്ചു മക്കളും ഞങ്ങളും ജീവിക്കുന്നവരാ. വയസ്സായ അമ്മേന്, ആ അമ്മയ്ക്കും ഇവിടെ ജീവിക്കണം, മരിക്കോളം. അത് ഞങ്ങൾക്കൊന്ന് നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്ന് നിറവേറ്റി തരണം. ഇങ്ങനെ കൈതൊഴുത് കേണപേക്ഷിച്ചിട്ടും ഇവരുടെ ആവലാതികൾ കേൾക്കാൻ ഇതുവരെ അധികാരികളാരും തയ്യാറായിട്ടില്ല. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ 38-ാം ഡിവിഷനിലെ വാതിൽമഠ കോളനിയിലെ 30ഓളം കുടുംബങ്ങളാണ് ഏതു നിമിഷവും മണ്ണിലടിയിലായേക്കാമെന്ന ആശങ്കയിൽ ജീവിതം തള്ളി നീക്കുന്നത്. കാലവർഷം ആരംഭിച്ചതോടെ മണ്ണ് പതിയെ ഇടിഞ്ഞു തുടങ്ങി. ഇതോടെ കുഞ്ഞു കുട്ടികളുമായി കണ്ണിൽ എണ്ണയൊഴിച്ചാണ് ഇവർ സമയം തള്ളി നീക്കുന്നത്. ഇപ്പം അടുത്ത മഴയെ ഇതേവരെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കൊച്ചു മക്കളുണ്ട്, എൻ്റെ വയസ്സായ അമ്മയുണ്ട്, പിന്നെ ഒരു വൈഫ്. ഇവർക്ക് ഇവിടെ ബാക്കിലേക്ക് പോകാനേ പറ്റണില്ല. ഞങ്ങളുടെ ഈ പിള്ളേരെ വരെ ബാക്കിലേക്ക് വിടാൻ പറ്റണില്ല. ഇവർ ഇടിച്ച് തരാന്ന് പറഞ്ഞാൽ 5 അടിക്ക് ഹൈറ്റ് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് 5 അടി അങ്ങോട്ടും 5 അടി ഹൈറ്റ് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി വോട്ട് വാങ്ങിയവർ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ഇവിടുത്തുകാർ പറയുന്നു. കഴിഞ്ഞ വർഷം മണ്ണിടിഞ്ഞ് വീട് തകർന്നവർക്ക് ഇപ്പോഴും സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല.
തകർന്ന വീടിന്റെ ഒരു ഭാഗത്ത് കഴിഞ്ഞുകൂടുകയാണെന്ന് വീട്ടമ്മ പറഞ്ഞു. ഇത് കഴിഞ്ഞ കൊല്ലം 2 കൊല്ലം മുമ്പ് ഇതുപോലെ അവിടെ നിന്ന് മണ്ണിടിച്ചിട്ട് വീണതാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അംഗനവാടിയിലേക്ക് ആക്കി. ഇതെല്ലാ പ്രാവശ്യം ഇങ്ങനെ കുന്നിടിയും. പിന്നെ ഈ പ്രാവശ്യം വെള്ളം കയറിയിട്ട് ആകെ ചിളിപിളിയൊക്കെ എടുക്കുക. പേടിയുണ്ട്. ഇവനെ മൂത്തത് വേറെ 2 പേരുണ്ട്, പെൺകുട്ടികളാണ്. അവർ രണ്ടാളും ഇതുപോലെ സ്കൂളിൽ കേട്ടു. ഞാൻ ഇവിടെ ചെളിപിളിയായിട്ട് കിടക്കല്ലേ. ഇതിപ്പോൾ ഈ 10 കൊല്ലമായി ഇവർ വീട് പാസ്സാക്കി തരാം എന്നൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയണേ. പക്ഷേ ഇവർ പറയണ പോലെ പൈസ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റണില്ല. മണ്ണിടിച്ചിൽ ആശങ്കയിൽ കഴിയുന്ന വാതിൽമടം കോളനി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. ദിവസങ്ങളായി അഴുക്കുചാലിലെ വെള്ളമടക്കം കോളനിയിലൂടെ ഒഴുകുകയായിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിയാൻ കേന്ദ്രമന്ത്രി വരുമെന്ന വിവരം അറിഞ്ഞതോടെയാണ് ഓട വൃത്തിയാക്കാൻ ഇരിങ്ങാലക്കുട നഗരസഭ തയ്യാറായത്. ഫയർഫോഴ്സിന്റെ അടക്കം സഹായത്തോടെയാണ് ഓട വൃത്തിയാക്കൽ നടന്നത്. ജനം, തൃശൂർ. തിരുവനന്തപുരം വർക്കല പാപനാശം കുന്ന് ഇടിഞ്ഞതിന് സമീപമുള്ള പല ഭാഗങ്ങളും ഇപ്പോൾ തകർച്ചാ ഭീഷണിയിലാണ്. തീരത്തിന്റെ പകുതിയിലേറെ ഭാഗത്തും തിരയടിച്ചു കയറി അപകട ഭീഷണിയുണ്ട്. എല്ലാ വർഷവും തുടർച്ചയായി ഇടിഞ്ഞിട്ടും പാപനാശം കുന്ന് സംരക്ഷിക്കാനുള്ള സർക്കാർ നടപടികൾ എങ്ങുമെത്തിയില്ല. ശക്തിയായ മഴയിൽ പാപനാശം കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഇടിഞ്ഞതിന് സമീപം കുന്നിന്റെ പല ഭാഗവും തകർച്ചാ ഭീഷണിയിലാണ്. പ്രധാന ബീച്ചിന് വടക്കുഭാഗത്ത് ഓവിന് സമീപമാണ് തകർച്ചയുണ്ടായത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ സമയത്താണ് കുന്നിടിഞ്ഞിട്ടുള്ളത്. നല്ല ഉയരമുള്ള ഭാഗമാണ് തകർച്ചയുണ്ടായത്. ഇടിഞ്ഞ ഭാഗങ്ങൾ കുന്നിൻ ചെരുവിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ കല്ലിന്റെ അവശിഷ്ടങ്ങൾ തീരത്ത് സഞ്ചാരികൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് തെറിച്ചു വീണ് കിടപ്പുണ്ട്. തീരത്ത് ആരുമില്ലാതിരുന്നതിനാൽ അപകടമൊഴിവായി. മഴ ശക്തിയായാൽ വെള്ളമിറങ്ങി വീണ്ടും കുന്നിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു. എല്ലാ വർഷവും മഴക്കാലത്ത് പാപനാശത്തെ കുന്നിടിയാറുണ്ട്. ഈ വർഷം ആദ്യമായാണ് കുന്നിടിയുന്നത്. കടൽക്ഷോഭവും പ്രതികൂല കാലാവസ്ഥയും കാരണം കടൽ തീരത്തേക്ക് ആരും പ്രവേശിക്കുന്നില്ല. തീരത്ത് കയർകെട്ടി തിരിച്ചാണ് സഞ്ചാരികളെ നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ വർഷം നിരവധി തവണ കുന്നിടിഞ്ഞിരുന്നു. അതിനാൽ ഇത്തവണ മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ പാപനാശം തീരത്തും ഹെലിപാഡിലും നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നാലും സഞ്ചാരികളിൽ ചിലർ നിയന്ത്രണങ്ങൾ വകവയ്ക്കാതെ തീരത്തിറങ്ങുന്നുണ്ട്. ലൈഫ് ഗാർഡുകളെയും ടൂറിസം പോലീസിന്റെയും നിർദ്ദേശങ്ങൾ അവഗണിച്ച് തീരത്തും മലയുടെ ചുവട്ടിലും പോകുന്നവരുമുണ്ട്. തിങ്കളാഴ്ചയോടെ കടൽക്ഷോഭം ശക്തമായിട്ടുണ്ട്. പാപനാശം തീരത്തിന്റെ പകുതിയിലേറെ ഭാഗത്ത് തിരയടിച്ചു കയറി സഞ്ചാരികളെ പൂർണ്ണമായും ഒഴിപ്പിച്ചു. കഴിഞ്ഞ വർഷം കുന്നിടിച്ചിലിനെ തുടർന്ന് ബലിമണ്ഡപം ഏറെ നാൾ അടച്ചിട്ടിരുന്നു. എല്ലാ വർഷവും തുടർച്ചയായി ഇടിഞ്ഞിട്ടും പാപനാശം കുന്ന് സംരക്ഷിക്കാനുള്ള സർക്കാർ നടപടികൾ നീളുകയാണ്. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് ഗോദീശ്വരം കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമാണ്. മതിയായ സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ റോഡുകളടക്കം കടലെടുത്തു. ഏത് നിമിഷവും വീടുകൾ കടലെടുക്കുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. കോഴിക്കോട് ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രം കൂടിയാണ് ഈ കടലോര ഗ്രാമം. എന്നാൽ മഴ കനത്തതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. റോഡുകൾ കടലെടുത്തു കഴിഞ്ഞു. ഏതു നിമിഷവും തിരമാലകൾ ജീവനും സ്വത്തും കവരുമെന്ന ഭീഷണിയിലാണ് ഇവർ കഴിയുന്നത്. നിലവിൽ ആവശ്യം ഇവിടെ ഒരു വെള്ളം ഈ ജനവാസ മേഖലയിലേക്ക് വെള്ളം എടുക്കാതെ ഒരു കെട്ട് വരണം. അതിനുവേണ്ടി എന്ത് പ്രതിഷേധം സംഘടിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇവിടെയുള്ള കുട്ടികൾ, സുഖമില്ലാത്ത മക്കളുണ്ട്, അങ്ങനെ പല രീതിയിലും ജീവിക്കുന്ന ആളുകളാണ്, രോഗികളുണ്ട്. അവർക്ക് ഒരു സ്വസ്ഥമായിട്ടൊരു ഉറക്കെങ്കിലും കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. തീരസംരക്ഷണത്തിന് ശാസ്ത്രീയമായ കടൽഭിത്തി നിർമ്മാണവും പ്രതിരോധ സംവിധാനവും ഇവർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാൽ എങ്ങുമെത്താത്ത പദ്ധതികൾ ഇവരുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. സ്ഥലം വിട്ടുപോകാനും ഇതിനായി 10 ലക്ഷം രൂപ അനുവദിക്കാമെന്നുമാണ് സർക്കാർ ആവർത്തിക്കുന്നത്. എന്നാൽ ഈ പണം ഒന്നിനും തികയില്ലെന്നും ഉപജീവന മാർഗം വിട്ട് എങ്ങോട്ടു പോകുമെന്നും മത്സ്യബന്ധന തൊഴിലാളികൾ പറയുന്നു. നമുക്ക് ജീവിക്കണം മരണം വരെ. അതല്ലാതെ കൊടുത്ത് എവിടെയും പോയി പാർക്കട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് പൈസ ഇല്ല, സ്വത്തില്ല, മുതലില്ല. പെട്ടെന്ന് മാറി താമസിക്കാനൊക്കെ കഴിയപ്പോൾ ഞങ്ങൾക്ക് അത് പണിക്ക് പോണ ആളുമാണ്. ഞാനിപ്പോൾ പണി കഴിഞ്ഞേരാ വീട്ടണി. ഗോദീശ്വര ക്ഷേത്രവും കടലെടുക്കുമെന്ന അവസ്ഥയിലാണ്. ദിവസേന ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്താറുള്ളത്. എല്ലാ അധികാരികൾക്കും വേണ്ട നിവേദനങ്ങൾ ക്ഷേത്രത്തിൽ ഇപ്പോൾ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം നിവേദനം കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ. കാരണം വെച്ചാൽ പരിസരം മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പിന് അത് ബാധിക്കും. കാരണം വെച്ചാൽ ഒരുപാട് കാലത്തെ പഴക്കമുള്ള വെച്ചാൽ രാമേശ്വരത്തിൻ്റെ കാലത്തിൻ്റെ അതേ കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്ഷേത്രം അത് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയുള്ള സംരക്ഷണം, അതും ഇവിടുത്തെ ജനങ്ങളുടെ ഈ ഗോദീശ്വരം ഭാഗത്ത് വസിക്കുന്ന ജനങ്ങളുടെ സംരക്ഷണം, ഇതാണ് നമ്മളുടെ ആവശ്യം.
ഗോദീശ്വരം ബീച്ച് ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി ടൂറിസം വകുപ്പ് ഓരോ വർഷവും ലക്ഷങ്ങൾ അനുവദിക്കാറുണ്ടെങ്കിലും ഒന്നും നടപ്പാക്കാറില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കടലാക്രമണം തടയാനും തീരം സംരക്ഷിക്കുവാനും നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഗോദീശ്വരം ജനതകൾക്ക് പറയുവാനുള്ളത് ഒന്നു മാത്രം: അടുത്ത മഴക്കാലമെങ്കിലും സുരക്ഷിതമായി അവർക്ക് അവരുടെ വീടുകളിൽ താമസിക്കുവാൻ കഴിയണം. അവരുടെ പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണണമെന്ന് മാത്രമാണ് അവർക്ക് അധികാരികളോട് പറയുവാനുള്ളത്. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. ഇനി ചെല്ലാനത്തേക്ക് പോകാം. ചെല്ലാനം മാലാഖപ്പടിയിലെ തീരപ്രദേശത്തേക്കുള്ള ഇടറോഡ് തകർന്ന് വർഷങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപം. ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിച്ച ഭാഗത്ത് ഏറ്റെടുത്ത സ്ഥലം റോഡായി വികസിപ്പിച്ചാൽ സഞ്ചാരം സുഗമമാകുമെന്നും തീരദേശ ജനത പറയുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ പോലും ശ്രദ്ധ വയ്ക്കുന്നില്ല. ഇടറോഡ് എന്ന് പേര് മാത്രമായ മാലാഖപ്പടി ദീപ്തി അംഗനവാടി റോഡാണ് ഇത്. പണ്ടെങ്ങോ പൂഴിയും മെറ്റലുമിട്ട് ഉറപ്പിച്ച ചെറിയ പാടുകൾ മാത്രം അവശേഷിക്കുന്ന നടപ്പാത. ചെല്ലാനം മാലാഖപ്പടി പ്രദേശത്തുള്ളവരുടെ സഞ്ചാരപാതയാണിത്. ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിച്ചിടത്തെ സ്ഥലം കൂടി റോഡിനായി വികസിപ്പിച്ചാൽ സഞ്ചാരം സുഗമമാകുമെന്നും വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പാത പുനർനിർമ്മിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കടൽ തീരത്തേക്ക് ആകെയുള്ള ഒരു റോഡ് ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് ഇവിടെ പണി നടന്നിട്ടില്ല. കാര്യം 2021 ടൗട്ട വന്നതോടുകൂടിയാണ് ഈ റോഡ് പൂർണ്ണമായിട്ടും പോയത്. അതിനു മുമ്പ് ടാർ റോഡായിരുന്നു. അതിനുശേഷം പിന്നെ മെയിൻ്റെനൻസ് വർക്കുകളൊന്നും ഇവിടെ നടന്നിട്ടില്ല. പക്ഷേ വേറെ ഒരു മാർഗ്ഗമില്ല. തൊട്ടടുത്തൊരു ബാലവാടിയുണ്ട്. ഈ കാണുന്നത് ഒരു ബാലവാടിയാണ്. ഈ ബാലവാടിയിലൂടെ കുട്ടികൾക്ക് വരണമെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിലോ ഒക്കെ ഒന്നും പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ മൊത്തം കുഴിയായിട്ട് മൊത്തം വെള്ളമായി കിടക്കണം അവിടെ. മഴക്കാലമായാൽ ഇരുചക്രവാഹനം പോലും വരാൻ ബുദ്ധിമുട്ടുന്ന ഈ നടപ്പാതയെ നിരവധി തീരദേശ കുടുംബങ്ങളാണ് ആശ്രയിക്കുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു വണ്ടിയാണെങ്കിലും ഒരു പെരയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു സാധനങ്ങൾ എടുക്കണമെങ്കിൽ ഈ ഒരു വഴി അത്രേ ഉള്ളൂ. ഇതുവരെ ഇവിടെ ആരും ഒന്നും തിരിഞ്ഞ് നോക്കണില്ല. കടൽ ഭിത്തി വന്നു കഴിഞ്ഞിട്ട് പിന്നെ വെള്ളക്കയറ്റമില്ല. വെള്ളം കയറി 8 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. അപ്പോഴൊക്കെ ഞങ്ങളൊക്കെ ഇവിടുന്ന് പോയതാണ്. അത് കഴിഞ്ഞ് റോഡിലൊക്കെ ഇങ്ങനെയാണ് കിടക്കണത്. ഒരാളും തിരിഞ്ഞു നോക്കാൻ ഇവിടെയില്ല. കടൽക്കയറ്റ ഭീഷണി ഒഴിഞ്ഞ ചെല്ലാനം മാലാഖപ്പടി ഭാഗത്ത് ഇടറോഡ് വികസനം കൂടി യാഥാർത്ഥ്യമായാൽ തീരദേശ ജനതയുടെ ഏറെ നാളത്തെ സ്വപ്നം കൂടിയാകും സാക്ഷാത്കരിക്കുക. ജനം, കൊച്ചി. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണത്തിൽ വർധന. ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം കുത്തനെ കൂടുന്നുണ്ട്. ഈ മാസം തുടങ്ങി 2 ആഴ്ച പിന്നിടുമ്പോൾ 3000-ലധികം പേരാണ് ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയത്. ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, മഴയാണ്, പലയിടത്തും വെള്ളക്കെട്ടുണ്ട്, അല്ലാതെ തന്നെ പനിയുണ്ട്, പകർച്ചവ്യാധികൾ പടരുന്നു. അങ്ങനെ പനിപ്പിടിയിലോ കേരളം? കൃഷ്ണരാജ്, മഴ കൂടി വന്നതോടുകൂടി പനിബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നതാണ് കണക്കുകൾ, ആരോഗ്യവകുപ്പിന് തന്നെ കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ഡെങ്കിപ്പനി, എലിപ്പനി അടക്കമുള്ള മാരകമായ രോഗങ്ങളും പകർച്ചവ്യാധികളും അടക്കം പടർന്നു പിടിക്കുന്നൊരു സാഹചര്യമുണ്ട്. ചികിത്സ തേടുന്നതിൽ ഏറിയ പങ്ക് ആളുകൾക്കും ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. 3680 പേരാണ് ഡെങ്കിപ്പനി മൂലം ചികിത്സ തേടിയത്. ഇതിൽ 891 പേർക്ക് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ പല തരത്തിലുള്ള രോഗങ്ങൾ, അതായത് ഡെങ്കിപ്പനി ആയാലും ശരി, എലിപ്പനി ആയാലും ശരി, ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളും അതോടൊപ്പം തന്നെ വൈറൽ പനി അടക്കമുള്ളവ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തുള്ളത്. ഈ വൈറൽ പനിയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രതിദിന കണക്ക് 80,000-ന് മുകളിലേക്ക് കടക്കുന്നൊരു സാഹചര്യമുണ്ട്. ഓരോ ദിവസവും രോഗം പിടിപെടുന്ന അല്ലെങ്കിൽ ചികിത്സ തേടി എത്തുന്നവരുടെ കണക്കാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം 8791 പേരാണ് ഈ വൈറൽ പനിയുമായി ബന്ധപ്പെട്ട ചികിത്സ തേടിയത്. ഇത്തരത്തിൽ പനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ എല്ലായിടങ്ങളിലും ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രൈമറി ഹെൽത്ത് സെൻ്റർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ പനി തേടിയെത്തുന്നവർ അല്ലെങ്കിൽ പനി ബാധിതരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർദ്ധന, ക്യൂ നീണ്ടു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പനി ബാധിച്ചെത്തുന്നവരുടെ എണ്ണവും പനിബാധിതരുടെ എണ്ണത്തിലും വർധനമുണ്ടാകുന്ന സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുണ്ടാകുന്നത്. നേരത്തെ തന്നെ മുൻകരുതൽ വേണമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ മഴ കൂടി വരുന്നതോടുകൂടി വൈറൽ പനി ആയാലും ശരി, ഡെങ്കിപ്പനി ആയാലും ശരി, അത് പടർന്നു പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന മുന്നറിയിപ്പ് കൂടി ഉണ്ടായിരുന്നു. എന്നാൽ കാര്യമായ രീതിയിൽ ഇത് ആരോഗ്യവകുപ്പ് ഇതിൽ വേണ്ടത്ര പരിഗണന കാണിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളടക്കം നടത്താത്തതിൽ അതത് നഗരസഭകളും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളടക്കം വീഴ്ചകൾ വരുത്തിയത്
ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയിരുന്നുണ്ട്. ഈ അടുത്ത സമയത്ത്, അതായത് കാലവർഷം ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് ഓടകൾ നവീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫോഗിങ് അടക്കമുള്ളവ നടത്തുന്ന നിലയിലെല്ലാം എത്തിയത് ഈ അടുത്ത സമയത്താണ്. ഇതെല്ലാമാണ് ഇപ്പോൾ ഈ പനി പടർന്നു പിടിക്കുവാനുള്ള കാരണമായിട്ട് വിലയിരുത്തുന്നത്. ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും വീഴ്ച ഇതിൽ എടുത്തു പറയേണ്ടതാണ്. ഈ മഴക്കാലം കണ്ടുകൊണ്ടുള്ളൊരു മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിലുണ്ടായൊരു വീഴ്ച കൂടിയാണ് ഇത്തരത്തിൽ രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യത എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും രോഗികളെ കൊണ്ട് നിറയുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ രോഗം തേടിയെത്തുന്നവരുടെ അതോടൊപ്പം തന്നെ പനി പടർന്നു പിടിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് ഈ മഴക്കാലം കൂടിയാണ് വരുന്നത്, ജാഗ്രത പാലിക്കണമെന്നടക്കമുള്ള രീതിയിൽ മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നു. അതായത് ഡെങ്കിപ്പനി ആയാലും ശരി, എലിപ്പനി ആയാലും ശരി, മറ്റ് വൈറൽ പനികളും അതോടൊപ്പം തന്നെ വടക്കൻ മേഖലകളിൽ നിപ്പ അടക്കം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോളറ 2 മരണങ്ങൾ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പകർച്ചവ്യാധികളും പനികളും മഞ്ഞപ്പിത്തമടക്കം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ വേണ്ടത്ര കരുതൽ ഇതിൽ ഈ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പോ എടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കുന്നത്. എല്ലാ വർഷവും സമാനമായ നിലയിൽ തന്നെയാണ് അല്ലെങ്കിൽ സമാനമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ ഒരു മഴക്കാലമാകുന്നതോടുകൂടി പനിബാധിതരുടെ എണ്ണത്തിൽ വർധനയുണ്ടാവും. എന്നാൽ വേണ്ടത്ര കരുതലോ മുൻകരുതലോ ഒന്നും എടുക്കാത്തതാണ് ഇത്തരം സ്ഥിതി അല്ലെങ്കിൽ ഇത്തരം അവസ്ഥകൾ അല്ലെങ്കിൽ ഉണ്ടാക്കുവാനുള്ള കാരണമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള കണക്കുകളാണ് നമ്മൾ നേരത്തെ പറയുന്നത്. 3000-ന് മുകളിലേക്ക് ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണം, അതായത് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം കൂടുന്നു എന്നതും അതോടൊപ്പം തന്നെ ഈ പരിശോധനകളിൽ രോഗം സ്ഥിരീകരിക്കുന്ന എണ്ണത്തിൽ വർധനമുണ്ട്. എന്തായാലും ജാഗ്രത കൈവിടാൻ പാടില്ല. മുന്നറിയിപ്പുകൾ അതത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയി പനിയുടെ ലക്ഷണം ഉണ്ടാകുമ്പോൾ തന്നെ ചികിത്സ തേടണം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ എല്ലാം നേരത്തെ തന്നെ എടുക്കണം. ഈ കോളറ അടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകരുതൽ ഈ ജനങ്ങൾ എടുക്കണം എന്നൊരു നിർദ്ദേശവും എന്തായാലും ഉണ്ട്. എന്തായാലും ഈ മഴക്കാലങ്ങളിലൂടി ആയതോടുകൂടിയാണ് ഇത്തരത്തിൽ പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന നിലയിലേക്ക് സംസ്ഥാനം എത്തിച്ചേർന്നത്. കൃഷ്ണരാജ്. ശരി, സംസ്ഥാനത്ത് പനി പടരുന്നു. ഡെങ്കിപ്പനി കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 3000-ഓളം പേർക്കാണ് ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ വരേണ്ടി വന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് രഘുവംശം. സംസ്ഥാനത്ത് നിന്ന് +1 പ്രവേശനോത്സവമാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരും. പ്രശാന്ത്, 1ാം ക്ലാസ്സിലെ പ്രവേശനോത്സവം നമ്മൾ കണ്ടിട്ടുണ്ട്. +1-ലും പ്രവേശനോത്സവം നടക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് വെച്ചാണ് പ്രവേശനോത്സവം നടക്കുക. അഖിൽ പാലോട്ട് മഠമാണ് ഒപ്പം ചേരുക. അഖിൽ, പറയൂ. കൃഷ്ണരാജ്, ഗുഡ് മോർണിംഗ്. കേരളത്തിൽ കഴിഞ്ഞ SLC പരീക്ഷയുടെ ഫലം വരുന്ന സമയത്ത് ഏകദേശം 4,24,583 പേരാണ് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് അർഹരാകുന്നത്. അതിൽ ഏകദേശം 4,63,686 പേരാണ് ഉപരിപഠനത്തിനു വേണ്ടി +1 അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ ഏകദേശം 3,40,000-ഓളം പേരാണ് ഇന്ന് കേരളത്തിലെ വിവിധ സ്കൂളുകളിലായി, അത് ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി, VHSCകളിലായി +1 പ്രവേശനം നേടി എത്തുക. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് തൈക്കാട് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് +1 പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയായിരിക്കും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതുണ്ടാവുക. മുഖ്യഘട്ട പ്രവേശനം പൂർത്തീകരിച്ചപ്പോൾ ഏകദേശം 3,40,000 പേരാണ് ഇന്ന് പ്രവേശനോത്സവത്തിൽ. അതിൽ പ്രധാനമായ ഒരു കണക്ക് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഈ അലോട്ട്മെൻറ്റുകൾ 3 ഘട്ടത്തിൽ, 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടമായി 3 അലോട്ട്മെൻറ്റുകൾ പൂർത്തീകരിക്കുമ്പോഴാണ് ഈ 4,40,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ, കുട്ടികൾ ഇന്ന് +1 പ്രവേശനത്തിലെത്തുക. അതിൽ മെരിറ്റ് കോട്ടയിൽ സ്ഥിരപ്രവേശനം നേടിയത് 2,41,755 പേരാണ് സ്ഥിരം കോട്ടയിൽ പ്രവേശനം നേടിയിട്ടുള്ളത്. മെരിറ്റ് കോട്ടയിൽ തന്നെ പ്രവേശനത്തിന് വിവരങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് 96,695 വിദ്യാർത്ഥികൾ മെരിറ്റ് കോട്ടയിൽ വിവരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് കോട്ടയിലാകട്ടെ 3,428 പേരാണ് അഡ്മിഷൻ ഇതുവരെ നേടിയിട്ടുള്ളത്. അതിൽ പ്രവേശനത്തിൻ്റെ വിവരങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് 1,829 പേരാണ്. അതുപോലെ തന്നെ മോഡൽ റെസിഡൻസ് സ്കൂളുകളിൽ പ്രവേശനം നേടിയിട്ടുള്ളത് 1,045 വിദ്യാർത്ഥികളാണ് അങ്ങനെ പ്രവേശനം നേടിയിട്ടുള്ളത്. കമ്മ്യൂണിറ്റി കോട്ടയിലാകട്ടെ 13,609 വിദ്യാർത്ഥികളും, മാനേജ്മെൻറ്റ് കോട്ടയിൽ 6,840, എയ്ഡഡ് സ്കൂളുകളിൽ 3,826
വിദ്യാർത്ഥികൾ സ്ഥിര പ്രവേശനം നേടിയിട്ടുണ്ട്. എന്തായാലും ഏകദേശം 9 മണിയോടുകൂടി തന്നെ പ്രവേശനോത്സവത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നുണ്ടാകും. വലിയ രീതിയിൽ തന്നെയാണ് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത്, കേരളത്തിലെ സ്കൂളുകൾക്കകത്ത് പ്രവേശനോത്സവം നടത്താൻ ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തിട്ടുള്ളത്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളും ഒക്കെ തന്നെ പങ്കെടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രവേശനോത്സവമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവേശനോത്സവം എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. കാരണം 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമ്മൾ പല തവണ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് +1 പോവുക. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവി എന്തായിരിക്കണമെന്ന ഒരു തീരുമാനമെടുക്കുക. നമ്മൾ എല്ലാ തവണയും പറയുക 10-ാം ക്ലാസ് കഴിയുമ്പോഴാണ്, SLC കഴിയുമ്പോഴാണ് ഒരു ഭാവിയിലേക്ക് എന്ത് ആകണമെന്നുള്ളതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. അങ്ങനെ ഏത് തരത്തിലേക്ക് എൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു വിദ്യാർത്ഥി തീരുമാനിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വഴിത്തിരിവ് തന്നെയാണ് +1 അഡ്മിഷൻ നേടുക. സയൻസ് ബാച്ചിലേക്കും കോമേഴ്സ് ബാച്ചിലേക്കും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ബാച്ചിലേക്കും ഒക്കെ തന്നെ വിദ്യാർത്ഥികൾ കടന്നു വരുന്നുണ്ടാകും. ഇപ്പോൾ നമ്മൾ പല ദൃശ്യങ്ങളും ഇവിടെ കാണാൻ നമ്മുടെ ക്യാമറമാൻ രഞ്ജിത്ത് ആ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടാകും. പല ദൃശ്യങ്ങളും, അതായത് അമ്മമാരുടെ കൈയും പിടിച്ച് ചെറിയ കുട്ടികൾക്കൊപ്പം തന്നെ മൂത്ത മകനെ ഏൽപ്പിക്കാൻ വേണ്ടി അമ്മമാരെത്തുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ പ്രവേശനോത്സവം നടക്കുന്ന ഹാളിനകത്തേക്ക് ചില രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയം കൂടി കഴിയുമ്പോൾ നമുക്ക് അകത്തേക്ക് പ്രവേശനം ഉണ്ടാവും. നേരത്തെ തന്നെ നമ്മളോട് പ്രിൻസിപ്പാൾ പറഞ്ഞ ചില അറേഞ്ച്മെൻറ്റുകളുണ്ട്. അതിനുശേഷം അകത്തേക്ക് വന്നാൽ കുറച്ചുകൂടി സന്തോഷമുണ്ടാകുമെന്ന് അദ്ദേഹം നമ്മളോട് സൂചിപ്പിച്ചത് കൊണ്ടാണ് അകത്തേക്ക് ഇപ്പോൾ പോകാത്തത്. നമ്മൾ എന്തായാലും സംസ്ഥാനത്തെ പ്രവേശനോത്സവം അത് ഗംഭീരമായി തന്നെ അല്പസമയത്തിനകം നടക്കും. അധ്യാപകരും അനധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും എല്ലാം തന്നെ വലിയ ആവേശത്തിലാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലേക്ക് വേണ്ടി എത്തുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കൃഷ്ണരാജ്. ശരി, +1 പ്രവേശനോത്സവ ദിവസമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമഠം. ന്യൂസിലൻഡിലെ ആദ്യത്തെ മലയാളം ലൈബ്രറി ഒരുക്കി അങ്കമാലി സ്വദേശി ജോബിൻ ജോർജ്. വായനാ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ന്യൂസിലൻഡിലെ ന്യൂപ്ലിമൗത്തിലെ മലയാളികൾക്ക് വായിക്കുവാൻ അവസരമൊരുക്കി അങ്കമാലി സ്വദേശി ജോബിൻ ജോർജിൻ്റെ വായനശാല ശ്രദ്ധേയമാവുകയാണ്. ഒഴിവു സമയങ്ങളിൽ കുട്ടികളിലും മുതിർന്നവരിലും വായനാശീലം വളർത്താനുള്ള ശ്രമത്തിലാണ് ജോബിൻ. നാട്ടിൽ നിന്നും മലയാള പുസ്തകങ്ങൾ തപാൽ വഴി എത്തിച്ചാണ് ജോബിൻ ശേഖരിച്ചത്. വായനശാലയുടെ ഉദ്ഘാടനം അങ്കമാലി MLA റോജി M. ജോൺ ഓൺലൈൻ വഴി നിർവഹിച്ചു. മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് ചാക്കോ, ഭാരവാഹികളായ സുബി കലമണ്ണിൽ, ജാക്സൺ ജേക്കബ്, രേഖ, ദിനു, ആസിഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസിലാൻഡ് പോലുള്ള രാജ്യത്തിൽ മലയാള പുസ്തകം ലഭ്യമല്ലാത്തതുകൊണ്ടും കുട്ടികളിൽ മലയാളം വായിക്കാനുള്ള അവസരം ലഭ്യമാക്കുക എന്ന ചിന്തയിൽ നിന്നുമാണ് മലയാളികൾക്കായി വായനശാല എന്ന ആശയം തുടങ്ങിയതെന്ന് ജോബിൻ പറഞ്ഞു. മലയാളികൾക്ക് വായിക്കുവാൻ അവസരം ഒരുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു ഫോണിൻ ലൈബ്രറിയാണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും വായിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒത്തിരി മലയാളം പുസ്തകങ്ങളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. മലയാളികൾ വായിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട മലയാളം പുസ്തകങ്ങളും കൂടാതെ കുട്ടികൾക്ക് വായിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ കഥാപുസ്തകങ്ങളും ഉൾപ്പെടുന്ന ഒരു ലൈബ്രറിയാണ്. തീർച്ചയായിട്ടും മലയാളികൾക്ക് ഇത് ഒത്തിരി ഉപകാരപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെയൊരു വായനശാല മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. തികച്ചും സൗജന്യമായാണ് ലൈബ്രറി അംഗത്വം. വായിക്കാൻ പുസ്തകം ആവശ്യമുള്ളവർക്ക് ഫോണിൽ ബന്ധപ്പെട്ടാൽ പുസ്തകം അവരുടെ വീട്ടിൽ എത്തിച്ചു നൽകുകയും ചെയ്യും. 15 ദിവസത്തിനുള്ളിൽ പുസ്തകം തിരിച്ചു നൽകണം. ഇനിയും കൂടുതൽ മലയാള പുസ്തകങ്ങൾ നാട്ടിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ജോബിൻ. ജനം, കൊച്ചി. ഒരിടവേളയ്ക്ക് ശേഷം വഴിയോരങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് ഇന്തോനേഷ്യൻ സുന്ദരി മാംഗോസ്റ്റീൻ. പഴങ്ങളിലെ റാണിയെ വാങ്ങാനും രുചിക്കാനുമായി എത്തുന്നവർ ഏറെയാണ്. വില അല്പം കൂടുതലാണെങ്കിലും ഗുണത്തിൽ വമ്പത്തിയാണ് ഈ ഇന്തോനേഷ്യൻ അതിഥി. ഒരിടവേളയ്ക്ക് ശേഷം വഴിയോരങ്ങൾ കീഴടക്കുകയാണ് മാംഗോസ്റ്റീൻ. വഴിയരികിലെ താരസുന്ദരിയായിരിക്കുകയാണ് ഈ കുഞ്ഞൻ താരം. പഴങ്ങളുടെ റാണി എന്നാണ് മാംഗോസ്റ്റീൻ അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ വാങ്ങാനും അല്പം വില നൽകണം. കിലോ 300 രൂപയാണ് ഈ ഇന്തോനേഷ്യക്കാരിയുടെ വില. കോന്നി, പത്തനംതിട്ട ആ സൈഡിലൊക്കെ, കോട്ടയം ആ സൈഡിലൊക്കെ ഉണ്ട് ഈ സാധനം. റേറ്റ് വരുമ്പോൾ അവിടെ നമുക്കൊരു 180 ആ റേഞ്ചൊക്കെ ആവും. നമ്മളിവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഡയറക്റ്റ് ആകുമ്പം ഇവിടെ നിന്ന് ചാലയിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടി കുറച്ച് ഇതാകും. അപ്പോൾ ഡയറക്റ്റ് കൊണ്ടുവരും, നോർമലി റേറ്റിനിട്ട് അടിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ചെറിയ സൈസൊക്കെ വന്നിട്ട് 240 നമ്മൾ കൊടുക്കുന്നത്. ഇത് വന്നിട്ട് 300. അപ്പോൾ നമുക്കിത് രണ്ട് സൈസായിട്ടാണ് തരുന്നത്. തിരിഞ്ഞ് അവർ തരും. ഇപ്പം
പഴയ കണക്കുള്ള കായും കാര്യങ്ങളൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഇങ്ങനെ നാട്ടിൻപുറങ്ങളിൽ മാംഗോസ്റ്റിൻ മരമുണ്ടെങ്കിലും കായ്ഫലം കുറവാണ്. വിവിധയിടങ്ങളിൽ നിന്നും മൊത്ത വ്യാപാരികൾ ശേഖരിച്ച് പ്രിയപ്പെട്ടവരുടെ കൈകളിലേക്ക് ഈ ഇന്തോനേഷ്യക്കാരി എത്തും. കൂടെ വാങ്ങാറുണ്ട്. കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കൂടെ വാങ്ങാറ്. ഇടയ്ക്കാണ് ഇത് അറിഞ്ഞ് വന്നത്, ഇതിൻ്റെ ഒരു ഇതൊക്കെ മൊബൈലിലൊക്കെ കണ്ട്. വളരെ രുചിയുള്ള ഈ ഫലത്തിന് ചുറ്റും 4 ഇഞ്ച് കനത്തിലുള്ള ഒരു ആവരണമുണ്ട്. ഇവയുടെ കട്ടിയുള്ള പുറന്തോടിനുള്ളിലെ വെള്ള നിറത്തിലുള്ള മാംസളഭാഗമാണ് ഭക്ഷ്യയോഗ്യം. അല്പം പുളിയോടുകൂടിയ ഔഷധ ഗുണമുള്ള ഫലം. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടതുകൊണ്ട് വന്ന് വാങ്ങിക്കുന്നത്. നല്ല ടേസ്റ്റാണെന്ന് പറയും പിള്ളേർ. ഞാൻ കഴിക്കില്ല, പിള്ളേർ കഴിക്കും. പിള്ളേർക്ക് നല്ല ടേസ്റ്റ് എന്ന് പറയും, അതുകൊണ്ട് കണ്ടോണ്ട് വാങ്ങിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളിലൂടെയാണ് മലയാളികൾ മാംഗോസ്റ്റിനെ പരിചയപ്പെടുന്നത്. ഇന്ന് വിപണി കീഴടക്കുകയാണ് ഈ താരം. ജനം, തിരുവനന്തപുരം. യുദ്ധത്തിന് അമേരിക്കയും. ഇറാൻ ഉടൻ കീഴടങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ്. അയത്തുള്ള ഖമേനിയെ ഉടൻ വധിക്കില്ല. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞെന്ന് ഖമേനിയുടെ മറുപടി. ഇസ്രയേലിനെ തകർക്കണമെന്നതിൽ വിട്ടുവീഴ്ചയില്ല. വൈറ്റ് ഹൗസിൽ അടിയന്തര യോഗം. പശ്ചിമേഷ്യയിൽ കൊടുമ്പിരി കൊണ്ട് യുദ്ധം. ടെഹ്റാനിൽ ഉഗ്രസ്ഫോടനങ്ങൾ. എണ്ണപ്പാടങ്ങളിൽ ബോംബുമഴ. ഇസ്രയേലിനെ തകർക്കുമെന്ന് ഖമേനി. സമാധാന നീക്കവുമായി അറബ് രാഷ്ട്രങ്ങൾ. നരേന്ദ്രമോദി ഇന്ന് ക്രൊയേഷ്യയിൽ രാജ്യത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. വ്യാപാരവും ടൂറിസവും ചർച്ചയാകും. കനേഡിയൻ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച. ഭാരതം കാനഡ ബന്ധം മെച്ചപ്പെടുത്താൻ ധാരണ. നിലമ്പൂരിൽ നിശബ്ദ പ്രചാരണം. വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികളുടെ നെട്ടോട്ടം. നാളെ വിധിയെഴുത്ത്. 23-ന് വോട്ടെണ്ണൽ. ടെഹ്റാനിൽ നിന്നുള്ള ആദ്യ ഭാരത സംഘം ഇന്നെത്തും. എത്തുന്നത് അർമേനിയയിലേക്ക് മാറ്റിയ 600 വിദ്യാർത്ഥികൾ. ജോർദാൻ, ഈജിപ്ത് അതിർത്തി വഴിയും ഭാരതീയരെത്തും. സാഹചര്യം നിരീക്ഷിച്ച് വിദേശകാര്യ മന്ത്രാലയം. ടെഹ്റാനിൽ നിന്നുള്ള ആദ്യ സംഘം ഇന്ന് എത്തും. 600 ഭാരതീയ വിദ്യാർത്ഥികളെയാണ് ഉർമിയയിൽ നിന്ന് അർമേനിയയിലേക്ക് മാറ്റിയത്. ജോർദാൻ, ഈജിപ്ത് അതിർത്തി വഴിയും ഒഴിപ്പിക്കും. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഒപ്പിച്ചേരുന്നു. ഗൗതം, നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോഴും വളരെ സുരക്ഷിതരാണ്. അവരുടെ ആദ്യ സംഘം ഇന്നെത്തുന്നു. വിവരങ്ങൾ. കൃഷ്ണാജ്, ഇന്ന് ഉച്ചതിരിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി ആദ്യ സംഘം ഇറാനിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായുള്ള ആദ്യ സംഘം ഡൽഹിയിലേക്ക് എത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ നൽകിയിട്ടില്ല. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി തന്നെ ഈ 2 രാജ്യങ്ങളിലും ഭാരതം നടത്തുന്നുണ്ട്. കാരണം യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഇന്നലെ രാത്രിയും വലിയ തോതിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഇരു രാജ്യത്തിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിനാൽ അർമേനിയയിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഇറാനിൽ നിന്നുള്ള ആദ്യത്തെ സംഘം 110 പേരടങ്ങുന്ന സംഘം എത്തിയിരുന്നു. അവരെയാകും ഇന്നൊരു പക്ഷേ ആകാശമാർഗം വൈകുന്നേരത്തോടു കൂടി നമ്മുടെ ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ രാജ്യത്ത് മറ്റേതെങ്കിലും വിമാനത്താവളങ്ങളിലേക്കോ എത്തിക്കുക. ഇറാനിൽ 10,000-ഓളം ഭാരതീയരാണ് ഉള്ളത്. അതിൽ 6,000-നടുത്ത് വിദ്യാർത്ഥികളും മറ്റുള്ളവർ മറ്റ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമാണ്. ഇസ്രായേലിലും സമാനമായ രീതിയിൽ വലിയൊരു സംഖ്യയിൽ ഭാരതീയരുണ്ട്. അവരെ ഇപ്പോൾ ഈജിപ്ത്, ജോർഡാൻ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ സുരക്ഷിതമായി തിരികെ ഇവിടേക്ക് എത്തിക്കാനാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നീക്കം. ശരി, വിവരങ്ങൾ നൽകിയത് ഗൗതം അനന്തനാരായണൻ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ക്രൊയേഷ്യയിലേക്ക്. കാനഡ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം 3ാമത്തെ രാഷ്ട്രമായ ക്രൊയേഷ്യയിലേക്ക് പുറപ്പെട്ടത്. ക്രൊയേഷ്യയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ക്രൊയേഷ്യയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസം, ടൂറിസം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. 1992-ൽ ക്രൊയേഷ്യ നയതന്ത്ര ബന്ധങ്ങൾ ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ്
ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനത്തിന് എത്തുന്നത്. ആഗോള സമാധാനം നിലനിർത്തുന്നതിൽ നെടും തൂണാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് ഭാരതത്തിലെ ക്രൊയേഷ്യൻ അംബാസിഡർ അരുൺ ഗോയൽ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആഗോളതലത്തിൽ വ്യത്യസ്തമായ തരത്തിൽ ക്രൊയേഷ്യയെ അടയാളപ്പെടുത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം 80 ലക്ഷത്തോളം പേർ പ്രതീക്ഷയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നാണ് പ്രധാനമന്ത്രിയുടെ ക്രൊയേഷ്യൻ സന്ദർശനം. ക്രൊയേഷ്യ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. സാങ്കേതിക കൈമാറ്റം, ഡിജിറ്റൽ നവീകരണം, ടൂറിസം എന്നീ മേഖലകളിലാണ് ചർച്ചകൾ നടക്കുക. Various options in different domains. For example, in space-based applications, in telecom, in digital interfaces and infrastructure, and healthcare centers. So in these areas, for the entire growth of Indo-Pacific, India offers an option. So Croatia, now in the current unstable times, obviously, is looking at all the options on the global scenario. They are obviously looking at new partners. They have had some not so good experiences with some of the partners, so where India positions well. The people of Croatia have long lasting relationship with the people of India in terms of experiencing, enjoying and loving Indian culture, Indian ethos, Indian spiritualism. So whatever the Croatian companies are working in India, they have had positive experience. ED ഉദ്യോഗസ്ഥനെതിരായ കൈക്കൂലി കേസിൽ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. ED സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഡൽഹിയിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല പരാതിക്കാരന്റെ ആരോപണങ്ങളെന്ന നിഗമനത്തിലാണ് മൊഴിയെടുക്കലിന് ശേഷം STF എത്തുന്നത്. ആരോപണ വിധേയനായ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷം വൈകാതെ ED ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. വിവരങ്ങളുമായി ജിജീഷ് കർണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, പറയൂ. കൃഷ്ണരാജ്, ശേഖർ കുമാറിനെതിരായ ആരോപണം ഉയരുകയും ഒപ്പം തന്നെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുക്കുകയും ചെയ്തതിന് പിന്നാലെ തന്നെ ആഭ്യന്തര അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രഖ്യാപിച്ചിരുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിൽ അഴിമതി ആരോപണങ്ങൾ നേരിടുകയോ മറ്റു വിവാദങ്ങളിൽ ED ഉദ്യോഗസ്ഥർ ഉൾപ്പെടുകയോ എല്ലാം ചെയ്യുമ്പോൾ ED ആഭ്യന്തര അന്വേഷണത്തിലേക്ക് കടക്കാറുണ്ട്. ഇവിടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വിശദമായ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഈ പരാതിക്കാരന്റെ മൊഴി നിരവധി തവണ രേഖപ്പെടുത്തിയിരുന്നു. കശുവണ്ടി വ്യവസായിയായ അനീഷ് ബാബുവിന്റെ പരാതിയാണ് രേഖപ്പെടുത്തിയത്. മാത്രമല്ല, അനീഷ് ബാബുവിനെതിരായ കേസിന്റെ വിശദാംശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം, ആഭ്യന്തര അന്വേഷണ വിഭാഗം ശേഖരിക്കുകയും ചെയ്തു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതുവരെ നടന്നിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ, നൽകിയിട്ടുള്ള സമൻസുകൾ, ഒപ്പം തന്നെ ഈ കേസ് രേഖപ്പെടുത്തുന്നതിന്, അനീഷ് ബാബുവിനെതിരെ കേസ് രേഖപ്പെടുത്തുന്നതിന് കൊച്ചി ED സോണൽ ഓഫീസിന് ലഭിച്ചിട്ടുള്ള തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളായിരുന്നു പരിശോധിച്ചത്. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം ഇപ്പോൾ ശേഖർ കുമാറിന്റെ കൂടി മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിശദമായ റിപ്പോർട്ട് ED ഡയറക്ടർക്ക് നൽകാൻ ഒരുങ്ങുകയാണ്. ശേഖർ കുമാറിന്റെ നേരത്തെ അറസ്റ്റ് സാധ്യതകൾ ഉള്ളതിനാൽ അദ്ദേഹം ഒളിവിലേക്ക് പോയിരുന്നു. മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ അതേസമയത്ത് നടത്തുകയും അറസ്റ്റ് കോടതി പല ഘട്ടങ്ങളിലായി തടയുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ വരുന്ന അടുത്ത മാസം 3-ാം തീയതി വരെ ശേഖർ കുമാറിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വിജിലൻസിന്റെ അന്വേഷണവുമായി സഹകരിക്കണമെന്നൊരു നിർദ്ദേശം കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ EDയുടെ ആഭ്യന്തര അന്വേഷണ വിഭാഗം കൂടി ശേഖർ കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തും. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ആഭ്യന്തര അന്വേഷണത്തിന്റെ ഇതുവരെയുള്ള ഘട്ടത്തിൽ അന്വേഷണ സംഘം മനസ്സിലാക്കിയിരിക്കുന്നത്, STF മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ ഒരു പരാതിക്കാരന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയില്ല. കൃത്യമായ തെളിവുകൾ ഇല്ലാതെയാണ് ഒരു ആരോപണം ഉയർത്തിയതും അത് വിജിലൻസിന് മുന്നിൽ നൽകിയതും ആ തെളിവുകൾ പരിശോധിക്കാതെ വിജിലൻസ് കേസെടുത്തിരിക്കുന്നതും എന്നത് തന്നെയാണ് STFന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. കാരണം അനീഷ് ബാബുവിനെ ചോദ്യം ചെയ്തപ്പോൾ നേരിട്ട് തന്നോട് ശേഖർ കുമാർ എന്ന കൊച്ചി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പണം ആവശ്യപ്പെടുകയോ ഏജന്റുമാർക്ക് പണം നൽകണമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, ഒരിക്കൽ പോലും നേരിട്ട് തങ്ങൾ സംസാരിച്ചിട്ടില്ല. ഏജന്റുമാർ പറഞ്ഞ അറിവ് മാത്രമാണ് ശേഖർ കുമാറിന് നൽകാനാണ് ഈ പണം വാങ്ങുന്നത്. 2 കോടി രൂപ കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തോട്ടണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെ കുറിച്ചുള്ള അന്വേഷണം, അതിലെ അഴിമതി, കള്ളപ്പണ ഇടപാടുകൾ എന്നിവ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ നിന്ന്
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിന്മാറുന്നതിനും അല്ലെങ്കിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതിനും മരവിപ്പിക്കുന്നതിനുമെല്ലാം തന്നെ പണം വേണമെന്ന് ശേഖർകുമാർ ആവശ്യപ്പെട്ടു എന്ന് തന്നോട് പറഞ്ഞത് ഏജന്റുമാരായി പ്രവർത്തിച്ച ആളുകളാണ്, വിൽസൺ അടക്കമുള്ള ആളുകളാണ് എന്നൊരു മൊഴിയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകളില്ലാതെ ഒരു ആരോപണം എന്ന വിവരത്തിൽ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രത്യേക അന്വേഷണ വിഭാഗം, ആഭ്യന്തര അന്വേഷണ വിഭാഗം എത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശേഖർകുമാറിന്റെ കൂടി മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും അന്തിമമായ റിപ്പോർട്ട് സമർപ്പിക്കുക. അതേ ഘട്ടത്തിൽ തന്നെ ഇ ഡി മറ്റു നടപടികളിലേക്ക് കൂടി കടന്നുകയും ചെയ്തിട്ടുണ്ട്. ശേഖർകുമാറിനെ ഷില്ലോങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ സ്വാഭാവിക സ്ഥലംമാറ്റ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നത്. 18 ഉദ്യോഗസ്ഥർക്ക് രാജ്യത്ത് വിവിധ യൂണിറ്റുകളിൽ നിന്ന് സ്ഥലംമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്തിയാണ് നിലവിൽ ശേഖർകുമാറിനെ മാറ്റിയത്. എങ്കിലും അന്വേഷണം നേരിടുന്ന അഴിമതി കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലംമാറ്റം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ പൂർണ്ണമായും തന്നെ ക്ലീൻ ചിറ്റ് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ശേഖർകുമാറിന്റെ പ്രൊമോഷൻ അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. സാധാരണ നിലയിൽ ഇത്തരത്തിൽ ആഭ്യന്തര അന്വേഷണം നടക്കുന്ന സമയങ്ങളിൽ സ്ഥാനക്കയറ്റം അടക്കമുള്ളവ തടഞ്ഞു വയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ശേഖർകുമാറിന്റെ സ്ഥാനക്കയറ്റം നിലവിൽ അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആളായിരുന്നു ശേഖർകുമാർ. എന്നാൽ ഈ ഒരു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ, ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ശേഖർകുമാറിന്റെ നടപടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡെപ്യൂട്ടി ഡയറക്ടറാക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സ്ഥാനമാറ്റം ഉൾപ്പെടെയുള്ള നടപടികൾ താൽക്കാലികമായി അന്വേഷണ സംഘം മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടായി സമർപ്പിക്കുക. അതിൽ കൃത്യമായി തന്നെയുള്ള മൊഴികളും തെളിവുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ ജിജീഷ് കരുണാകരൻ. കോഴിക്കോട് പന്തീരങ്കാവിൽ സ്വകാര്യ ബാങ്ക് ജീവനക്കാരെ കബളിപ്പിച്ച് 40 ലക്ഷം രൂപയുമായി കടന്നുകളഞ്ഞ പ്രതിയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. ഇന്നലെയാണ് പ്രതി ഷിബിൻ ലാലിനെ പന്തീരങ്കാവ് പോലീസിന് കസ്റ്റഡിയിൽ കിട്ടിയത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പം ചേരുന്നു. ഗോകുൽ, ഈ 40 ലക്ഷം രൂപയാണ് ജീവനക്കാരെ തട്ടിച്ച് കടന്നുകളഞ്ഞത്. പ്രതിയുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പിന് എത്തുകയാണ്. ഇന്നലെയാണല്ലോ കസ്റ്റഡിയിൽ കിട്ടിയത് ഷിബിൻ ലാലിനെ. വിവരങ്ങൾ. 11-ാം തീയതിയായിരുന്നു ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിട്ട് സ്വകാര്യ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെടുത്തുകൊണ്ട് ഷിബിൻ ലാൽ കോഴിക്കോട് നിന്ന് രക്ഷപ്പെട്ടത്. താൻ ഒരു മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിൽ 40 ലക്ഷം രൂപയ്ക്ക് സ്വർണ്ണ പണയം വെച്ചിട്ടുണ്ട് എന്നും അതെടുക്കാൻ സഹായിച്ചാൽ അത് നിങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിക്കാമെന്നും പറഞ്ഞ് ഇസാഫ് ബാങ്കിനെയായിരുന്നു ഈ ഷിബിൻ ലാൽ സമീപിച്ചത്. പിന്നെ ഷിബിൻ ലാൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇസാഫ് ബാങ്ക് ജീവനക്കാരൻ ഈ അക്ഷയ ഫൈനാൻസിയേഴ്സ് എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്വർണം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് അവർ കൊണ്ടുവന്ന പണവുമായിട്ട് ഷിബിൻ ലാൽ കടന്നു കളഞ്ഞത്. 11-ാം തീയതിയായിരുന്നു. ഇവിടെ നിന്ന് തൃശ്ശൂരേക്കും പിന്നീട് പാലക്കാടേക്കും രക്ഷപ്പെടുകയായിരുന്നു. 11-ാം തീയതി ഇത്തരത്തിലൊരു കവർച്ച നടത്തി രക്ഷപ്പെട്ട ഷിബിൻ ലാലിനെ 2 ദിവസങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ച തന്നെ പോലീസ് പിടികൂടി. എന്നാൽ പിടികൂടുന്ന സമയത്ത് ഷിബിൻ ലാലിൽ നിന്ന് ഈ പണം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. പ്രാഥമികമായി മൊഴി രേഖപ്പെടുത്തിയ സമയത്ത് ഷിബിൻ ലാൽ പറഞ്ഞത് താൻ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞ ബാഗിൽ 1 ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതിൽ 45,000 രൂപ താൻ ചെലവഴിച്ചു, ബാക്കി 55,000 രൂപ തന്റെ കയ്യിലുണ്ട് എന്നുമാണ്. പക്ഷേ പോലീസ് അത് വിശ്വസിച്ചിട്ടില്ല. പിന്നീടാണ് കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പിനുമായിട്ട് ഷിബിൻ ലാലിനെ കസ്റ്റഡിയിൽ ആവശ്യമാണ് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചത്. കോടതി 3 ദിവസത്തേക്കാണ് ഷിബിൻ ലാലിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. 10 മണിയോടുകൂടി ഇന്ന് തെളിവെടുപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയ സമയത്ത് ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, ഗൂഢാലോചന നടത്തിയിട്ടാണോ, കൂടുതൽ സംഘങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചത്. 3 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും 10 മണിയോടുകൂടി തെളിവെടുപ്പ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട സമയത്ത് അറിയാൻ സാധിച്ചത്. ഈ പ്രതി പണം തട്ടിയെടുത്ത് കടന്നു കളഞ്ഞ പന്തീരങ്കാവുള്ള അക്ഷയ ഫൈനാൻസിയേഴ്സിന്റെ മുമ്പിലെത്തി തെളിവെടുപ്പ് നടത്തും. പിന്നീട് തൃശ്ശൂരും പാലക്കാടേക്കും ഒക്കെ കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഈ 39 ലക്ഷം രൂപ കണ്ടുകെട്ടേണ്ടതുണ്ട്. 40 ലക്ഷം രൂപ തന്നെ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വിശ്വസിക്കുന്നത്. കൂടുതൽ തെളിവെടുപ്പതിന് ശേഷം അല്ലെങ്കിൽ മൊഴിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലുമൊക്കെ വ്യക്തത ലഭിക്കുകയുള്ളൂ. മറ്റ് കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ രീതിയിലാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ പണവുമായി വന്ന, അതായത് ഷിബിൻ ലാൽ പറഞ്ഞതനുസരിച്ച് സ്വർണം എടുക്കുവാൻ വേണ്ടി പണവുമായി വന്ന ഇസാഫ് ബാങ്കിലെ മറ്റ് 8 ജീവനക്കാരെ കൂടി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അവർക്ക് പ്രാഥമികമായി ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. ഏതായാലും 10 മണിയോടുകൂടി ജീവനക്കാരെ കബളിപ്പിച്ച് 40 ലക്ഷം തട്ടിയെടുത്ത കേസിൽ ഷിബിൻ ലാലിനെ ഇന്ന് തെളിവെടുപ്പിനെത്തിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ. ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ രാപ്പകൽ സമരയാത്രയ്ക്ക് ഇന്ന് സമാപനം.
രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം PMG ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന മഹാറാലിയോടെയാണ് യാത്ര സമാപിക്കുക. മെയ് 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര വിവിധ ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കിയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലെ രാപ്പകൽ സമരവേദിയിൽ ആയിരങ്ങൾ അണിനിരക്കും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒരിക്കൽ കൂടി ചേരുന്നു. പ്രശാന്ത്, അവസാനിക്കാത്തൊരു സമരം, അവകാശ പോരാട്ടം, അടിസ്ഥാന ശമ്പളമെങ്കിലും ഒന്ന് വർദ്ധിപ്പിച്ചു തരൂ എന്ന ആവശ്യം ഒന്നും പരിഗണിക്കുന്നില്ല സർക്കാർ. എത്രമാത്രം ഇളക്കമുണ്ടാക്കി ഈ സമരയാത്ര? കൃഷ്ണരാജ്, ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നതടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാപ്രവർത്തകർ രാപ്പകൽ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുന്നത്. തുടർന്ന് ഇങ്ങോട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സമീപനങ്ങളോ അല്ലെങ്കിൽ ഈ സമരം ഒത്തുതീർപ്പാക്കണമെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ സമീപനങ്ങളും ആകാതെ വന്നതോടെയാണ് ഘട്ടം ഘട്ടമായി സമരത്തിൻ്റെ ഗതികൾ തന്നെ മാറുന്ന സാഹചര്യമുണ്ടായത്. ഇതേ തുടർന്നാണ് സമരം ഒരു 3 മാസം പിന്നിടുന്ന സാഹചര്യത്തിലാണ് രാപ്പകൽ സമരയാത്രയുമായി ഈ ആശമാർ എത്തുന്നത്. കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര മെയ് 5-ാം തീയതി കാസർഗോഡ് നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത്. യാത്ര ആരംഭിച്ച് 1.5 മാസക്കാലം പിന്നിട്ടുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ തലസ്ഥാന നഗരിയിലേക്ക് എത്തപ്പെടുന്നത്. കഴിഞ്ഞ 3 ദിവസമായി തലസ്ഥാന നഗരിയിൽ പര്യടനത്തിലാണ്. ജില്ലാതല പര്യടനം ഇന്നലെ കഴക്കൂട്ടത്ത് വെച്ചാണ് അവസാനിച്ചത്. അതിനുശേഷമാണ് ഇതിൻ്റെ സംസ്ഥാനതല സമാപനം എന്ന നിലയിൽ ഇപ്പോൾ അല്പസമയത്തിനകം PMG ജംഗ്ഷനിൽ നിന്നും തിരുവനന്തപുരം PMG നിന്നും ഒരു വലിയ മഹാറാലിയായി ഈ ആശമാരുടെ സമരപന്തലിലേക്ക് എത്തുന്നത്. വലിയ ജനപിന്തുണയാണ് സംസ്ഥാനത്ത് ഈ യാത്ര കടന്നു പോകുന്ന മേഖലകളിലെല്ലാം ലഭിച്ചതെന്നാണ് ഈ സമരസമിതിയും പറഞ്ഞത്. നമ്മളോടൊപ്പം സമരസമിതി നേതാവ് S. മിനി ചേരുന്നുണ്ട്. ഈ യാത്രയിലുടനീളം വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. പക്ഷേ യാത്ര അവസാനിക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചില ഭീഷണി പോലെയുള്ള നടപടികളും ഉണ്ട്. അത്തരത്തിലുള്ളൊരു ഉത്തരവ് ലഭിച്ചു എന്ന് പറയുന്നു. അതായത് ഈ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ സർക്കാർ വല്ലാതെ ഭയപ്പെടുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ 45-ാമത്തെ ദിവസമാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരയാത്ര കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ആർജിച്ചുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ അതൊരു മഹാറാലിയായി മാറുമ്പോൾ ഈ സംഘടിത ശക്തി അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കാരണം ആശാ വർക്കർമാർ വോളണ്ടിയർമാരാണ്. ആ വോളണ്ടിയർമാരെ നിർബന്ധിതമായി പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ NHMൻ്റെ ഡയറക്ടർ ഉത്തരവിട്ടിരിക്കുന്നു. ഇന്ന് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഓൺലൈൻ ട്രെയിനിങ് അല്ലെങ്കിൽ ഓൺലൈൻ എന്ന് പറയുന്ന സംവിധാനം നമ്മളുടെ കയ്യിലേക്ക് വരുന്നത് തന്നെ ആളുകൾക്ക് ഒന്നിച്ചു കൂടിയിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ഇവിടെ ഈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് അവരോട് പറയണം, അവരെല്ലാവരും അതത് സെൻറ്ററുകളിൽ പോയി ഇരുന്നു കൊണ്ട് വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ. അപ്പോൾ സാധാരണഗതിയിൽ ഒരാശയ്ക്കും അവരവരുടെ PHSCകളിലെ വൈഫൈ കൊടുക്കാറില്ല. ആശയ്ക്ക് അതിന് അർഹതയില്ല. പക്ഷേ ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ വന്ന് അവിടുത്തെ വൈഫൈ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ പരിപാടിക്ക് വരരുതെന്നുള്ളതാണ്. ഇത് വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയാണ്. ഈ ഭയപ്പെടലൊന്നും കൊണ്ട് മാറില്ല. നമ്മുടെ ആശമാർ അതൊക്കെ പൊളിച്ചുകൊണ്ട് വരും. 10 മണിക്ക് PMGയിൽ നിന്നാണ് മഹാറാലി. അവിടെ നിന്ന് മഹാറാലിയായിട്ടാണ് ഈ സമരപന്തലിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് തുടർന്നുള്ള നടപടികൾ? തുടർന്ന് സമരത്തിൻ്റെ ഗതി എങ്ങനെയാണ്? സമരം തുടരും. ഞങ്ങളുടെ സംസ്ഥാന സമിതി ഈ ആഴ്ചയിൽ തന്നെ ഉടനടി യോഗം ചേരുന്നുണ്ട്. സമരത്തിൻ്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് അപ്പോൾ മാത്രമേ ഞങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. എന്തായാലും ഈ ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് ഇവിടെ ആരംഭിച്ച സമരം തുടരുകയാണ്. അതിനകത്ത് ഡിമാൻഡുകൾ നേടുന്നത് വരെ സമരം തുടരുന്ന ആ പ്രഖ്യാപനം അങ്ങനെ തന്നെയുണ്ട്. സമരത്തിൻ്റെ അടുത്ത രൂപം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഉടനടി തീരുമാനമുണ്ടാകും. ഇവിടെ എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? ഇന്നൊരു മഹാറാലിയാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സമരപ്പന്തൽ ഇതിനോടകം ഏതാണ്ട് 300-ലേറെ സംഘടനകൾ, അതുപോലെ തന്നെ 100 കണക്കിന് സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഈ സമരപ്പന്തൽ സന്ദർശിച്ചു കഴിഞ്ഞു. ഈ യാത്രയിലുടനീളം ഞങ്ങൾ കണ്ട ആയിരക്കണക്കിന് ഹൃദയമുള്ള മനുഷ്യരെ ഞങ്ങൾ കണ്ടു. ആളുകളുടെ എല്ലാവരും ഒത്തുചേരലാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്തായാലും കൃഷ്ണരാജ്, ആളുകളുടെ എല്ലാവരുടെയും ഒരു ഒത്തുചേരലാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം ഈ 4 മാസക്കാലത്തിനിടയിൽ വിവിധ സമരങ്ങൾ, ഈ ആശാ സമരവുമായി ഈ രാപ്പകൽ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ കണ്ടു. അതിൽ നിന്നെല്ലാം തുടർന്നുകൊണ്ട് തന്നെ വീണ്ടും സമരം ശക്തമാക്കുമെന്ന് തന്നെയാണ് ഈ ആശമാരും പറയുന്നത്. എന്തായാലും 129-ാം ദിവസമാണ് സമരം എത്തി നിൽക്കുന്നത്. 129-ാം ദിവസത്തിലേക്ക് സമരം എത്തി നിൽക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് നടപടികളോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സർക്കാർ ഈ ആശമാരെ വഞ്ചിക്കുന്ന നടപടി തുടരുകയാണ്. ആ സമീപനത്തിൽ തന്നെ നിൽക്കുകയാണ്. പല തവണ ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഒരു സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്.
വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നു. എന്തായാലും 129ാമത്തെ ദിവസം ഫെബ്രുവരി 10-ാം തീയതിയാണ് ഈ സമരം ആരംഭിക്കുന്നത്. ആ സമരം ആരംഭിച്ചിങ്ങോട്ട് തുടങ്ങുന്ന ആ ഘട്ടത്തിലെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും സമരം തുടരുക തന്നെ ചെയ്യും. 10 മണിക്ക് PMG ജംഗ്ഷനിൽ നിന്നാണ് ആശമാരുടെ സമരയാത്ര ഇന്ന് അവസാനിക്കുകയാണ്. തലസ്ഥാനത്ത് ആയിരങ്ങൾ പങ്കെടുക്കുന്ന മഹാറാലി നടക്കും. വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും ആശമാർ. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. ആലപ്പുഴ താമരക്കുളം പഞ്ചായത്തിൽ ഇന്ന് ഉച്ചവരെ BJP ഹർത്താൽ. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച കർഷകനോടുള്ള ആദരസൂചകമായും പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുമാണ് ഹർത്താൽ. മരിച്ച കർഷകൻ ശിവൻകുട്ടി K പിള്ളയുടെ സംസ്കാരം ഇന്ന് നടക്കും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, പറയൂ. കൃഷ്ണരാജ്, മിനിഞ്ഞാന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം നടക്കുന്നത്. വളരെ നിർധന സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരു കുടുംബം കൂടിയാണ്. അദ്ദേഹം കുടുംബം പോറ്റാൻ വേണ്ടിയുള്ള 60 വയസ്സ് പിന്നിട്ടും കാർഷിക മേഖലയിൽ പണിയെടുത്ത് ഒരു വലിയ രീതിയിലുള്ള ഒരു കർഷകൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിനാണ് ഇത്തരത്തിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരണമടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് 11 മണിയോടെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, വിദേശത്ത് ജോലിയുണ്ടായിരുന്ന ഇദ്ദേഹം ഭാര്യ ശരീരം തളർന്ന് കിടപ്പിലായതോടെയാണ് നാട്ടിലേക്ക് വന്നത്. അതിനുശേഷം കൃഷിയിൽ നിന്നുള്ള വരുമാനമാണ് പ്രധാനമായും ആ കുടുംബത്തെ നിലനിർത്തി പോന്നിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തരമൊരു സംഭവം ഉണ്ടായി ഈ 48 മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരം നൽകാനോ ഒന്നും തന്നെ ആരും തന്നെ, സർക്കാരോ ഇല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരോ ആരും തന്നെ തയ്യാറായിട്ടില്ല. ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത് തന്നെ പഞ്ചായത്തിൻ്റെ ഒരു അനാസ്ഥ കൂടി കാരണമാണ്. കാരണം വലിയ കാട്ടുപന്നികളുടെ ശല്യമാണ് ഈ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതിനെ ചെറുക്കുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ BJP പ്രവർത്തകർ ഇവിടുത്തെ വാർഡ് മെമ്പറുമായ ദീപ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേച്ചി, എത്രത്തോളം ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളത്? ഈ കുടുംബത്തിൻ്റെ ഒരു ദുരവസ്ഥയെന്ന് പറഞ്ഞാൽ, വർഷങ്ങളായി ഗൾഫിൽ നിന്ന് ജോലി ചെയ്തിട്ട് ഭാര്യ തളർന്നു വന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തിയതാണ്. അരയ്ക്ക് കീഴ്മുറി തളർന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സഹായം ഉണ്ടായാലേ പറ്റുകയുള്ളായിരുന്നു. ഒരു നിർധന കുടുംബത്തിൻ്റെ ഒരു കർഷകൻ, അദ്ദേഹം ആ കുടുംബത്തിൻ്റെ തന്നെ എല്ലാ അത്താണിയും നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ഇവിടെ ഇപ്പം പറയാം. കാരണം അത്രയ്ക്കും ദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. ഇപ്പം സത്യത്തിൽ ഈ പന്നികളുടെ ഒരു ശല്യം അത് ഇവിടുത്തെ ഈ കർഷകരെ എല്ലാം തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കില്ല. അതിനെ ചെറുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇല്ലെങ്കിൽ സംവിധാനങ്ങൾക്കായിട്ടുണ്ടോ, സർക്കാർ സംവിധാനങ്ങൾക്ക്? സർക്കാർ സംവിധാനങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 17 വാർഡാണ് നിലവിൽ. ഈ 17 വാർഡിൽ കൂടി ഒരു ഷൂട്ടറെയാണ് വെച്ചിരുന്നത്. ആ ഒരു ഷൂട്ടർക്ക് ഈ 17 വാർഡുകളിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല. 16 പന്നികളെ മാത്രമാണ് ഇവിടെ കൊന്നിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഷൂട്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ പഞ്ചായത്ത് ഒരു പദ്ധതി വെച്ചിരുന്നു 5 ലക്ഷം രൂപയ്ക്ക് സോളാർ വേലിയെന്ന്. നമ്മുടെ ഈ വാർഡിലെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ 2ാമത്തെ സ്ഥാനമായിരുന്നു അദ്ദേഹത്തിന്. നമ്മൾ ഈ പന്നി കെണി വെച്ച കർഷകൻ്റെ അടുത്ത് പറഞ്ഞിരുന്നതാണ് സോളാർ വേലി സ്ഥാപിക്കുവാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഇപ്പോൾ ചെയ്യുന്നില്ലെന്നാണ് നമ്മളെ അറിയിച്ചത്. അതുതന്നെയാണ്, സ്വന്തമായി കർഷകർക്ക് ഇതിനെ ചെറുക്കാൻ സാധിക്കുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. എന്നാൽ ഈ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം BJP മുന്നോട്ട് വെക്കുന്നത് 20 ലക്ഷം രൂപ സർക്കാരും 5 ലക്ഷം രൂപ പഞ്ചായത്തും നൽകി ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ദുരവസ്ഥയിൽ നിന്ന് കരകയറ്റണമെന്ന ആവശ്യമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായും അതോടൊപ്പം പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ ഈ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുമാണ് BJP ഇന്ന് ഉച്ചവരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. പഞ്ചായത്തിൽ ഇന്ന് ഉച്ചവരെ BJPയുടെ ഹർത്താലാണ്. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച കർഷകനോടുള്ള ആദരസൂചകമായി പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഈ 2 സൂചകങ്ങളായാണിന്ന് ഹർത്താൽ നടത്തുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ. അങ്ങനെ പുത്തൻപുലരിയുടെ 2 മണിക്കൂർ പൂർണ്ണമാകുന്നു. നിരവധി വാർത്തകൾ വന്നു. ഇസ്രയേൽ ഇറാൻ യുദ്ധം, അമേരിക്ക ഒപ്പം ചേർന്നത്, മഴ, പനി ബാധിക്കുന്നു എന്ന വാർത്ത, നിരവധി വാർത്തകൾ വന്നു. നിലമ്പൂരിൽ നിന്ന് നിശബ്ദ പ്രചാരണമാണ്. ഇനിയും വാർത്തയുടെ തുടർ മണിക്കൂറുകൾ. പുത്തൻപുലരി പൂർണ്ണമാകുന്നു. നല്ലൊരു ദിവസത്തിൻ്റെ തുടർച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അല്പസമയത്തിനകം ലൈവ് റിപ്പോർട്ട്സുമായി രാഖി ചേരും. നമസ്തേ.